എല്ലാവർക്കും സുഖമാണോ? ഓക്കെ, ഒത്തിരി സന്തോഷം. ഞാനിവിടെ ആയിരിക്കുന്നതിൽ ദൈവത്തിനെ മഹത്വപ്പെടുത്തുകയാണ്. മാർത്തോമാ യുവജന സംഘത്തിന്റെ പൂയപ്പള്ളി സെന്ററിന്റെ പ്രവർത്തന വർഷ ഉദ്ഘാടനത്തിലാണ് ഞാനിവിടെ ആയിരിക്കുക. അധ്യക്ഷ പ്രസംഗം നടത്തിയ ജോഷ് ജോൺ സാമച്ചനെ ഒത്തിരി സ്നേഹത്തോടു കൂടി ഓർക്കുന്നു. മറ്റച്ഛന്മാരെ ഒത്തിരി സ്നേഹത്തോടു കൂടി ഓർക്കുകയാണ്. എനിക്ക് ആരുടെ പേരറിയാൻ പാടില്ല, എങ്കിലും ഒത്തിരി സ്നേഹത്തോടു കൂടെ ഇവിടെ ആയിരിക്കുന്നതിൽ സന്തോഷം. ഞാൻ ആദ്യമേ തന്നെ ഞെട്ടി കേട്ടോ. ഞാൻ വന്ന് കയറിയപ്പോൾ തന്നെ ഇത്രയും അച്ഛന്മാരിരിക്കുന്നതുകൊണ്ട് ചെറിയൊരു പേടി. കാരണം അച്ഛന്മാരുടെ മുമ്പിൽ പ്രസംഗിക്കുക എന്ന് പറഞ്ഞാൽ ഇച്ചിരി ബുദ്ധിമുട്ടുള്ള ഒരു കാര്യമാണ്. അതുകൊണ്ട് തന്നെ അച്ഛന്മാരോട് പ്രസംഗിക്കാനും അച്ഛനമാരുടെ മുമ്പിൽ നിൽക്കുമ്പോഴും കാലൊക്കെ ഇടയ്ക്ക് വരയ്ക്കാറുണ്ട്. എങ്കിലും പ്രശ്നമില്ല, അവർ കേട്ടിരിക്കുന്നതിൽ വളരെയധികം സന്തോഷത്തോടു കൂടെ അവരെ ഓർക്കുന്നു. വേദിയിലിരിക്കുന്ന വിശിഷ്ട അതിഥികളായ അച്ഛന്മാരെല്ലാവരെയും ദൈവം അനുഗ്രഹിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. പ്രത്യേകമായിട്ട് നിങ്ങൾ ഓരോരുത്തരെയും ഞാൻ ഓർക്കുകയാണ്. എനിക്ക് നിങ്ങൾ അങ്ങനെ കണ്ടു പരിചയിട്ടൊന്നുമില്ല, പക്ഷേ നിങ്ങളുടെ അടുത്ത് വരാൻ ദൈവം തന്ന ഈ അവസരത്തെ ഓർത്ത് നന്ദി പറയാണ്. കൊയർ നന്നായിരുന്നു കേട്ടോ. ആ 3 ചക്കന്മാരെന്തേ? ആ ചക്കന്മാരെന്തേന്ന്? പോയോ? പരിപാടി കഴിഞ്ഞ പോവോ? അങ്ങനെയാണോ? പ്രത്യേക അഭിനന്ദനങ്ങൾ. 3 പേര് വന്നേ. ഒരുത്തനും കൂടി ഉണ്ടായിരുന്നില്ല. കേറിക്കടാ. പേരും തൊട്ട 3 ഏബല്, ജിബിൻ, ജോ, സോനു, ഓക്കെ, ആൽബിൻ. നന്നായിരിക്കുന്നു കേട്ടോ. നല്ല ഐഡിയ കൊടുത്തവർക്ക്. നിങ്ങളെല്ലാവരും ഉണ്ടല്ലോ, ഈ ഞാൻ വന്നപ്പോ തൊട്ട് ശ്രദ്ധിക്കുക, നിങ്ങളുടെ ഒരു പ്രവർത്തന വർഷ ഉദ്ഘാടനമായിട്ട് നിങ്ങൾ ഇരിക്കുന്നത് എങ്ങനെയാണെന്നറിയോ? ഈ മരിച്ച വീട്ടിലെ പോലെയാ. ഒരു പ്രവർത്തന വർഷ ഉദ്ഘാടനം ആകുമ്പോൾ നിങ്ങൾക്ക് ഇപ്പൊ തന്നെ ഒരു സന്തോഷം ഇല്ലെങ്കിൽ ഇനി പ്രവർത്തനം തുടങ്ങുമ്പോൾ എന്തായിരിക്കും സന്തോഷം കേട്ടോ. അപ്പൊ അതുകൊണ്ട് എനിക്ക് നിങ്ങളോട് പറയാനുള്ളത്, നന്നായിട്ടൊന്ന് ചിരിക്കുക, നന്നായിട്ടൊന്ന് ഇരിക്കുക. എല്ലാവരും എഴുന്നേറ്റ് സ്റ്റാൻഡ് അപ്പ് ഓൾ ഓഫ് യു. ഞാൻ മുന്നോട്ട് കുഴപ്പമുണ്ടോ? ഇതിന് നീട്ടുണ്ടാവായിരിക്കും, അത്രത്തോളം വരും കേട്ടോ. ഫേസ് ടു ഫേസ്, ഫേസ് ടു ഫേസ്, ഫേസ് ടു ഫേസ്, ഫേസ് ടു ഫേസ്. അത് പറഞ്ഞാലും മനസ്സിലായി. എടാ തിരിടാ. ഞാൻ ഡാന്നൊക്കെ വിളിക്കുന്നോണ്ട് കുഴപ്പമുണ്ടോ? ഡാന്ന് വിളിക്കുന്നോണ്ട് കുഴപ്പമുണ്ടോ? ഇല്ല, സ്നേഹം കൊണ്ട് വിളിക്കുന്ന കേട്ടോ. ഞാൻ ആദ്യമേ തന്നെ ഒരു കാര്യം പറഞ്ഞേക്കാം. ഞാൻ അങ്കമാലിക്കാരനാണ്. ഞാൻ ഇന്ന് രാവിലെ ഇറങ്ങിയതാ. നിങ്ങൾ ഓർക്കണം, ഇച്ചിരി ദൂരം ഉണ്ട് ഇവിടേക്ക്. നല്ല ബ്ലോക്ക് കിട്ടി. ഞാൻ 10:30 മണിക്ക് ഇറങ്ങിയത് അങ്കമാലിന്ന്. ഇപ്പൊ വന്ന് കയറണേ കൃത്യം. നല്ല ബ്ലോക്ക് ഉണ്ട്. അപ്പൊ നിങ്ങളെക്കാളും മുമ്പ് യാത്ര ചെയ്ത് ഞാൻ വന്നെ കേട്ടോ. അപ്പൊ നിങ്ങളെക്കാളും ക്ഷീണം ആർക്കുണ്ട്? എനിക്കുണ്ട്. എന്നാലും എന്റെ മുഖത്തുണ്ടോ? ഇല്ല. അതാണ് എന്റെ ക്വാളിറ്റി കേട്ടോ. നിങ്ങളുടെ ക്വാളിറ്റി എന്ന് പറഞ്ഞാൽ അതെല്ലാം കാണിക്കുന്നുണ്ട് കേട്ടോ. വന്നിരിക്കുന്നതിന്റെ ക്ഷീണം, ഉച്ചത്തിന്റെ ക്ഷീണം. ഭക്ഷണം കഴിച്ചോ? കഴിച്ചിട്ടില്ലെങ്കിൽ പരിഹാരമായിട്ട് നിങ്ങൾ കഴിക്കണ്ട കേട്ടോ. എങ്കിലും കുഴപ്പമില്ല. ഫേസ് ടു ഫേസ് നിൽക്ക്. ഫേസ് ടു ഫേസ്, മുഖത്തോട് മുഖം തിരിഞ്ഞേക്കാൻ. ഇടി കൊച്ച പുറത്തു വന്നേ. ഓക്കെ, ഫേസ് ടു ഫേസ്. തോളത്ത് കൈ പിടിക്കുക. തോളത്ത് രണ്ടുപേരുടെ കൈ ഇതുപോലെ പിടിക്കുക. ഇതുപോലെ പിടിക്കുക. എന്ന് പിടിക്കുക. അവന്റെ മുഖത്തേക്ക് നോക്ക്, മുഖത്തേക്ക് നോക്ക്. മലയാളികളുടെ ഒരു പ്രത്യേകതയാണ്, മുഖം ഒഴിച്ച് ബാക്കി എല്ലായിടത്തും നോക്കും. നിങ്ങളോട് ഞാൻ പറയാം, മുഖത്ത് നോക്ക്. സകലമാന മലയാളികളുടെ പ്രത്യേകത മുഖം ഒഴിച്ച് ബാക്കി എല്ലായിടത്തും നോക്കും. നിങ്ങൾ മുഖത്ത് നോക്കും. മുഖത്ത് എടാ നിങ്ങൾ എന്നെ നോക്കൂലേ? നോക്കൂലേ? അവൻ ആളെ കിട്ടിയില്ലേ? എടാ അവനെ ഫേസ് ചെയ്തതേ. ആളെ കിട്ടാത്തവരുണ്ടെങ്കിൽ ഞാൻ വരാം കേട്ടോ. എന്നാലും ഞാൻ വന്നാലേ ശരിയാവുള്ളൂ. ആ കയറുന്നോ? ഇനി ആളെ കിട്ടിയില്ലേ? ആളെ കിട്ടാത്ത ആരെങ്കിലും ഉണ്ടോ? 3 പേരായിട്ട് നിൽക്കുന്ന ആരെങ്കിലും ഉണ്ടോ? 3 പേര്. ഒരു പെൺകുട്ടി മാത്രം 3 പേര്. വേണ്ട, ആൺകുട്ടിനെ ഞാൻ തരില്ല. നീ തന്നെ നിന്നാ മതി. ആൺകുട്ടികളെ ആരെങ്കിലും 3 പേര് എണ്ണം അറിയാത്ത ആരെങ്കിലും ഉണ്ടെങ്കിൽ ഇപ്പൊ തന്നെ പറഞ്ഞേക്കണം. ഞാൻ പിടിച്ച പിന്നെ പ്രശ്ന. അവനെ ഞാൻ കൊണ്ടുവരും എൻ്റെ അടുത്തേക്ക്. ഞാൻ അവനായിരിക്കും ചെയ്യുക. എണ്ണ അറിയാത്ത ആരെങ്കിലും ഉണ്ടെങ്കിൽ, നിനക്ക് എണ്ണ അറിയാൻ പാടില്ലേ? നീ 3 പേരാണോ? 3 പേരുള്ള ആൺകുട്ടികൾ വേറെ ആരെങ്കിലും? ഇപ്പൊ എല്ലാവരും ഉണ്ട്. അവൻ മാത്രമേ ഉള്ളൂ. നീ ഇങ്ങോട്ട് വാടാ. മഞ്ഞ വാ. എന്റെ കമ്മാനിയൻ നീയാ കേട്ടോ. വെടിക്കെട്ട് ഷർട്ട്, വെടിക്കെട്ട് പെനിയനാട്ടോ. തല്ലാൻ വന്നവരെ വന്നെ കേട്ടോ. പോട്ടെ. ആ ആളുടെ മുഖത്തേക്ക് നോക്കി. എടാ നിനക്ക് ആളെ കിട്ടിയോ? ഇല്ല. നീ ഇങ്ങോട്ട് വാ. ദേടാ ആള് ഉണ്ടാ. എന്നാ അവന് ഗ്യാപ്പ് കൊടുത്തടാ. 2 പേരും. നിങ്ങൾ പരിചയം ഉണ്ടോ? പരിചയമില്ലാത്ത നല്ലത്. മുഖത്ത് പിടിക്ക്. തോളത്ത് പിടിച്ചാ. അയാളെ നോക്കി ഒന്ന് ചിരിച്ചേ. ഒന്ന് ചിരിക്ക്.
ഒന്നും കൂടി ഒന്ന് ചിരിക്കി. ഇതുപോലെ ചിരിക്കാനല്ല പറഞ്ഞ, പതുക്കെ ചിരിച്ചാ മതി കേട്ടോ. ചിരിച്ചാ ഇനി അയാൾ കുലിക്കേ, ഒന്നും കൂടി ഒന്ന് കുലിക്കേ, ഒന്നും കൂടി ഒന്ന് കുലിക്കേ. അയാളൊന്ന് കുലുങ്ങട്ടെ, കുലുക്ക്. നിങ്ങൾ പെൺകുട്ടികൾ ഒന്ന് കുലുക്കുക, കുലുങ്ങേ. ഒന്നും കൂടി ഒന്ന് കുലിക്കേ, ഒന്നും കൂടി ഒന്ന് കുലിക്കേ. ആ മതി, കുലിക്കിത് വിട്. നേരെ ഇരിക്കി, നേരെ ഇരിക്കി, നേരെ ഇരിക്കണ്ട, നിന്നാ മതി. ഇത്ര നേരം ഇരിക്കാറുന്നില്ല, ഇരിക്കണേന്റെ ക്ഷീണമാണ് നിങ്ങൾക്ക് കേട്ടോ. ഞാനൊരു ആക്ഷൻ സോങ് പഠിപ്പിക്കാം. ഈ പ്രായത്തിലും ആക്ഷൻ സോങ് ഒക്കെ പഠിക്കാൻ പറ്റും നമുക്ക് കേട്ടോ. ആൺകുട്ടികൾ ചെയ്തില്ലെങ്കിൽ ഞാൻ എന്റെ കൂടെ നിന്ന് കളിപ്പിക്കും. നിങ്ങൾ കുഴപ്പമുണ്ടോ? മുണ്ടെടുത്തൊക്കെ വന്നോണ്ട് ഞാൻ ചോദിച്ചതാ. കുഴപ്പമുണ്ടോ? കുഴപ്പമുണ്ടോ? ഇല്ല. ഓക്കെ, താങ്ക് യു കേട്ടോ. അപ്പൊ ആദ്യത്തെ വലിയ വരികളൊന്നും ഇല്ല, ഒരു സിമ്പിൾ ആയിട്ടുള്ളത് വരിക, നിങ്ങൾക്ക് പെട്ടെന്ന് പഠിക്കാൻ പറ്റും. ഇത്രേ ഉള്ളൂ. പം 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 എന്ന് പറഞ്ഞേ. പം 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 പുലുപുലു പുലുപുലു പം 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 എന്ന് പാടി. പം 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 പുലുപുലു പം 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 പുലുപുലു പുലുപുലു പം പം പം. ഒന്നുകൂടി പാടിയ. പം 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 പുലുപുലു പുലുപുലു പം പം പം. കുലുകുലു കുലുകുലു അല്ല, പുലുപുലു പുലുപുലു. ഒന്നുകൂടിയും പറഞ്ഞേ. പം 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 പുലുപുലു പുലുപുലു പം പം പം. ഇത്രേ ഉള്ളു അതിന്റെ വരി. ഇനി അവസാന വരി ഹോലെ എന്ന് പറഞ്ഞേ. ഹോലെ, രണ്ട് വരി നമുക്ക് എല്ലാവർക്കും പാടാൻ പറ്റുന്ന അത്രേ ഉള്ളു അതിന് കേട്ടോ. ഞാനൊന്നും കൂടി എന്റെ കൂടെ ഒന്നും കൂടി പാടിക്കോ. പം 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 പുലുപുലു പുലുപുലു പം പം പം. ഹോലെ ഹോലെ. പഠിച്ചാ? ഇത്രേ ഉള്ളു. ഇതിന്റെ ആക്ഷൻ ഇത്രേ ഉള്ളു. പം പം എന്ന് പറയുമ്പോ കൈ രണ്ട് പിടിച്ചേ. പം 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 പം. ഈ ഓൺ അടിക്കുന്നതാണ് കേട്ടോ. പം 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 പം. വേറെ രീതിയൊന്നും ചിന്തിക്കണ്ട. ചിലന്മാരുടെ മുഖം പോകുമ്പോ എനിക്കറിയാം കേട്ടോ. ഓക്കെ, നോക്കിക്കൂടെ നോക്ക. പം 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 പുലുപുലു പുലുപുലു എന്ന് പറയുമ്പോ സ്വന്തം തലയിൽ ഇതിങ്ങനെ, സ്വന്തം തലയില് ഇങ്ങനെ അടിക്കണം. പുലുപുലു പുലുപുലു പം പം പം. റെഡി? 1 2 3 സ്റ്റാർട്ട്. എല്ലാവർക്കും മനസ്സിലായെന്ന് വിശ്വസിക്കുന്നു. ഓക്കെ. പം 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 പുലുപുലു പുലുപുലു പം പം പം. ഇതാണ് ആദ്യത്തെ. ഇതിൽ 3 വെർഷൻ ഉണ്ട്. ഇത് ഒന്നാമത്തെ വെർഷൻ ആണ് കേട്ടോ. ഒന്നാമത്തെ വെർഷൻ മാത്രം ഒന്ന് ചെയ്യുക. റെഡി? 1 2 3 സ്റ്റാർട്ട്. പം 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 പുലു 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 പം 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 പം. ഹോലെ 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 ഹോലെ. എങ്ങനെ അറിയോ? ഈ രണ്ട് കൈ ഇങ്ങനെ വിടർത്തുക, ഇങ്ങനെ വിടർത്തുക. അത്രേ ഉള്ളൂ കേട്ടോ. പതുക്കെ വിടർത്തിയാൽ മതി. അപ്പുറത്തവന്റെ മുഖം നോക്കുക കേട്ടോ. ആദ്യം ചെയ്യേണ്ട കാര്യം ഹോലെ ഹോലെ. 2 പ്രാവശ്യം പം 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 പുലു 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 പം 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 പം. ഹോലെ ഹോലെ. പഠിച്ചാ? പഠിച്ചാ? പഠിച്ചോ? ഓക്കെ. എടാ നീ കളിച്ചില്ലെങ്കിൽ നീ വിളിക്കും. റെഡി? 1 2 3 സ്റ്റാർട്ട്. പം 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 പുലു 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 പം 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 പുലു 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 പം പം പം. ഹോലെ ഹോലെ. അത്രയോ? ഇത്രേ ഉള്ളൂ. രണ്ടാമത്തെ വെർഷൻ അത് ഫേസ് ടു ഫേസാ കേട്ടോ. നിങ്ങൾ ഫേസ് ടു ഫേസ് നിൽക്കണം. പം 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 അവനെ നോക്കിയിട്ടാ കാണിക്കണ്ടേ കേട്ടോ. ഫേസ് ടു ഫേസ്, ഫേസ് ടു ഫേസ്. ഓക്കെ, റെഡി? 1 2 3 സ്റ്റാർട്ട്. പം 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 പുലുപുലു നിന്നോ. പുലുപുലു ഇനി എന്റെ തലയിലല്ല, അയാളുടെ തലയിലാ കേട്ടോ. ഓക്കെ, റെഡി? 1 2 3 സ്റ്റാർട്ട്. പം 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 പുലു 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 പം 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 പം. അയാളെ നോക്കിയിട്ട് കാണിക്കും. ഹോലെ ഹോലെ. രണ്ടുപേരുടെയും തല രണ്ട് സൈഡിലേക്ക് പോയാൽ വൃത്തിയാവും, അല്ലെങ്കിൽ തല പോയി ഇടിക്കും കേട്ടോ. രണ്ടാമത്തെ വെർഷൻ നമുക്കൊന്ന് ഉച്ച കാണിക്കാം. റെഡി? 1 2 3 സ്റ്റാർട്ട്. പം 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 ഹോലെ ഹോലെ. മൂന്നാമത്തെ വെർഷൻ വളരെ സിമ്പിൾ ആണ്. ഇതുപോലെ തന്നെ ഫേസ് ടു ഫേസ്. പം 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 പുലു പുലു എന്ന് പറയുമ്പോ അയാളെ ഒന്ന് ഇക്കിളിയാക്കണം. വേറെ ഒന്നും ചെയ്യണ്ട, അയാളെ ഒന്ന് ഇക്കിളിയാക്കണം കേട്ടോ.
അയാളെ ഇക്കിളിയാക്കാൻ എന്ത് ചെയ്യണം? ഇവനെയാണെങ്കിൽ എനിക്ക് ഇവനെയാണ് കിട്ടിയ ഇക്കിളിയാക്കാനാണെങ്കിൽ അവന്റെ വയറിന്റെ 2 ഭാഗത്ത് വെച്ചിട്ട് ഒന്ന് ഇക്കിളിയാക്കുക. ഇത്രയും ചെയ്താൽ മതി കേട്ടോ. വേറെ ഒന്നും ചെയ്യണ്ട. അടി ഇടി ബഹളം ഒന്നും ഇല്ല. ഓക്കെ ഓക്കെ, റെഡി? ആർ യു റെഡി? ആർ യു റെഡി? ആർ യു റെഡി? ആർ യു റെഡി? ഓക്കെ, റെഡി? 1 2 3 സ്റ്റാർട്ട്. പം 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 പം. ഹോലെ ഹോലെ. ഞാൻ വിളിക്കാം. എടാ ഇന്ന് വന്നേ. ആ സെക്കൻഡ് ലാസ്റ്റ് നിൽക്കുന്ന ആ ചെറുക്ക ആണും വന്നേ. ആ സെക്കൻഡ് ലാസ്റ്റ് നിൽക്കുന്ന അവന്റെ കളറിന്റെ ഷർട്ട്. നിങ്ങൾ രണ്ടുപേരും വാ. അവർ രണ്ടുപേർക്കും ഇക്കിളിയില്ല. ഞാനൊന്ന് ഇക്കിളി കൂട്ടി കൊടുക്കാം. വാ. ഞാൻ ഈ നോക്കിക്കാൻ നിങ്ങൾ ആരൊക്കെ ചെയ്യുന്നു ആരൊക്കെ ചെയ്യുന്നില്ല ഞാൻ വൃത്തിയായിട്ട് കണ്ടോണ്ടിരിക്കുന്നുണ്ട് കേട്ടോ. വാ, ഇവിടെ നിന്നോ എന്റെ കൂടെ. ഇനി ഇക്കിളി ഇട്ടില്ലെങ്കിൽ ഞാൻ നിങ്ങൾ ഒന്നും കൂടി ഇക്കിളിയിടും. ഞാൻ ഇക്കിളിയിടും. ചെയ്യോടാ. ഓക്കെ, റെഡി? അവന്റെ അടുത്തിരുന്നു. ഓക്കെ, എല്ലാവരും ഹാപ്പി ആയോ? ആർ യു ഓക്കെ? ആർ യു ഓക്കെ? ഞാൻ നിങ്ങൾ ആദ്യം പറഞ്ഞു എന്താ പറഞ്ഞേ? ചിരിക്കാൻ പറഞ്ഞു അല്ലേ? നിങ്ങൾ ചിരിച്ചപ്പോ എന്ത് പറ്റി? കൂടെ ഉള്ളവരും കൂടി ചിരിച്ചു. ഇനി ചിന്തിച്ചോക്കെ, നിങ്ങൾ കുലുക്കിയപ്പോ നിങ്ങളുടെ കൂടെ ഉള്ളവര് കുലുങ്ങി. നിങ്ങൾ ഇക്കിളിയാക്കിയപ്പോ നിങ്ങളുടെ കൂടെ ഉള്ളവര് ഇക്കിളിയായി ചിരിച്ചു. കേട്ടോ? നിങ്ങൾ ചിരിച്ചാൽ മതി, കൂടെ ഉള്ളവർ ചിരിക്കും. നമ്മുടെ കുഴപ്പമെന്നറിയോ? നമ്മളെല്ലാവരും സങ്കടപ്പെട്ടിരിക്കണേ. കേട്ടോ? നമ്മുടെ പ്രത്യാശയുടെ മക്കളാ, ദൈവത്തിന്റെ മക്കളാ. എപ്പോഴും ജീവിതത്തിൽ ചിരിക്കാൻ പഠിക്കണം. ഓക്കെ, സിറ്റ് ഡൗൺ. എന്ത് പ്രവർത്തന വർഷ ഉദ്ഘാടന അത്? കമോൺ മോളെ. ബ്ലാക്ക് കമോൺ. യാ, വാട്ട്സ് യുവർ നെയിം? ആഷ്ലി. ആഷ്ലി വളരെ സുന്ദരിയാണ് കേട്ടോ, അല്ലേ? ഓക്കെ, ആന്നാണോ ഇവിടെ? ആന്ന്. ഓക്കെ. ഞാനൊരു ആദ്യമേ തന്നെ ഒരു കാര്യം പറഞ്ഞേക്കാം. ഞാനേ അങ്കമാലി ഭാഷയെ സംസാരിക്കുക. അപ്പൊ ഭാഷയ്ക്ക് ചെറിയ നീട്ടലും കുറുകലും ഒക്കെ കയറി വരും. പിന്നെ ഞങ്ങളുടെ നാട്ടിൽ പറയുന്ന ചില വാക്കുകളൊക്കെ ചിലപ്പോൾ ഇവിടെ പച്ചത്തെറിയായിരിക്കും. അപ്പൊ നിങ്ങൾ കേട്ടോണ്ടിരിക്കുന്നവർ ചിന്തിക്കരുത്, ദൈവമേ എന്തുകൊണ്ട് അച്ഛൻ ഇങ്ങനെ സംസാരിക്കുന്നത്. നെവർ തിങ്ക് ദാറ്റ്. കേട്ടോ? കാരണം ഞങ്ങളുടെ ഭാഷയിൽ ചില വാക്കുകൾ ഇവിടെ വരുമ്പോൾ ശരിക്കും വ്യത്യാസമുണ്ട്. ഞാൻ ഓർക്കുക, ഈ കൊല്ലത്ത്, നിങ്ങളുടെ തൊട്ടടുത്ത സ്ഥലമുള്ള കൊല്ലത്ത് കൈകെട്ടി ഈശോയുടെ ഒരു പള്ളിയുണ്ട്. ആ പള്ളിയിൽ ധ്യാനിപ്പിക്കാനായിട്ട് ചെന്ന് കഴിഞ്ഞപ്പോൾ ഞാൻ എന്റെ പ്രസംഗം കേട്ടിട്ട് മുമ്പിലിരിക്കുന്ന ചേച്ചി ചങ്കത്തിലിട്ട് ഇടിക്കുക. ദൈവമേ. അപ്പൊ എനിക്ക് ധ്യാനമുണ്ട്, ധ്യാനിപ്പിക്കാൻ പോകുന്നൊരു അച്ഛനാ. അപ്പൊ എന്റെ ഇടി കേട്ടിട്ട് ഞാനിങ്ങനെ ഇടി കണ്ടിട്ട് ഞാൻ വിചാരിച്ചു, ദൈവമേ സൗഖ്യം വരുന്നതായിരിക്കും, അനുഗ്രഹം കിട്ടുന്നതായിരിക്കും എന്ന് വിചാരിച്ച് ഞാൻ വാദവരാതെ പ്രസംഗിച്ചോണ്ടിരിക്കുക. പുള്ളിക്കാരത്തെയാണെങ്കിൽ ഇടി കുറയ്ക്കണമില്ല, ഞാനാണെങ്കിൽ ഒട്ടും നിർത്തണമില്ല. ഞാൻ പ്രസംഗമൊക്കെ കഴിഞ്ഞ് പോകാൻ നേരത്ത് എന്റെ മുന്നിൽ കൂടെ ഈ സാധനം പാസ് ചെയ്തു ഈ ചേച്ചി. അപ്പൊ ഞാൻ ഈ ചേച്ചിയോട് ചോദിച്ചു, എന്റെ പൊന്നെ, സാധനം എന്ന് പറഞ്ഞാൽ വേറെ അർത്ഥമാണോ? ഞങ്ങളുടെ നാട്ടിൽ സാധനം എന്ന് പറഞ്ഞാൽ നല്ല അർത്ഥമാണ് കേട്ടോ. അപ്പോ ഈ സാധനം പാസ് ചെയ്ത് കഴിഞ്ഞപ്പോ ഈ ചേച്ചി എന്നോട് പറയാ, ഈ ചേച്ചിനെ ഞാൻ നിർത്തി. ചേച്ചിയെ ഒരു മിനിറ്റ്. ഞാൻ ചോദിച്ചു, എന്റെ പൊന്നെ ചേച്ചി, ചേച്ചിക്ക് എന്തിനാ ഇതിന് മാത്രം ഇടിച്ചു പൊട്ടിക്കാൻ ഇതിനകത്ത് നിന്നിട്ടുള്ളേ? അപ്പൊ ഈ ചേച്ചി എന്നോട് പറയാ, എന്റെ പൊന്നച്ച ആഴ്ത്താരം നിന്നിട്ട് എന്നാ തെറിയായി അച്ഛൻ ഈ പറഞ്ഞുകൊണ്ടിരിക്കണേന്ന്. ഞാൻ എന്തിനത് പറഞ്ഞെന്നറിയോ? ഞാൻ ഉപയോഗിക്കുന്ന ചില വാക്ക് ഇവിടെ തെറിയായിരിക്കും.
എന്ത് കരുതി നിങ്ങൾ തെറിയായിട്ട് എടുക്കണോ? വേണ്ട കേട്ടോ. അതാണ് ഞാൻ ആദ്യമേ പറയുന്ന ഒരു കാര്യം. ഇനി എന്റെ മുഖത്ത് നിങ്ങൾ നോക്കിയിരുന്നില്ല എങ്കിൽ അടുത്ത് നിങ്ങളെ വിളിക്കും. എനിക്കാണെങ്കിൽ നാണം മാനില്ലാത്തൊരു മനുഷ്യനാ, നീ നോക്കിയിരുന്നോണ്ടാ വിളിച്ചേ കേട്ടോ, കുഴപ്പമില്ല. അലിഞ്ഞ് വരുന്ന കേസുകളാ പറയണേ. ചോദ്യം ചോദിക്കും, എങ്ങനെയായാലും ചോദ്യം ചോദിക്കും. എനിക്ക് എങ്ങനെയായാലും ഇവിടുന്ന് പോയാൽ മതി, കുഴപ്പമൊന്നുമില്ല കേട്ടോ. അതുകൊണ്ട് മോളെ പേരെന്നിട്ടാ? ആശ്ലി. ആശ്ലിയെ, എന്ത് പ്രവർത്തന വർഷം ഉദ്ഘാടനത്? എന്ത് യുവജന സംഘത്തിന്റെ എന്ത് പ്രവർത്തനം? പുതിയ വർഷത്തെ എല്ലാ കാര്യങ്ങളും ഉദ്ഘാടനം ചെയ്യാനായിട്ട് പോകുന്നു. അതാണ് ഈ വർഷം വന്നിരിക്കുന്നത് കേട്ടോ. ഈ വർഷം ഇത് കൂടിയിരിക്കുന്നത് അതുകൊണ്ട് വേണ്ടിയിട്ടാ. ഈ വർഷം അതിന് കൂടിയിരിക്കുന്നതിന് വേണ്ടിയിട്ടാ. ഇവിടെ പറയുന്നത് പേടിക്കുന്നത്. ആ പറയ, അവര് പറയട്ടെ. നിങ്ങൾ എന്തിനാ മൈക്ക് പിടിക്കാൻ പേടിക്കണേ? പേടിക്കണ്ട, എന്ത് മണ്ടത്തരായാലും ഇവര് കേൾക്കും കേട്ടോ. പറഞ്ഞോ. കഴിഞ്ഞ വർഷത്തെക്കാളും മികച്ചൊരു വർഷം. അപ്പൊ കഴിഞ്ഞ വർഷമൊക്കെ പൊട്ടയായിരുന്നു. പുതിയ വർഷത്തിന്റെ പ്രവർത്തനമായിട്ട് ആദ്യമായിട്ട് പ്രവർത്തന വർഷം ഉദ്ഘാടനം ചെയ്യാൻ പോണു. അങ്ങനെ ചിന്തിച്ചാൽ പഴയതൊന്നും പറയണ്ട കേട്ടോ. ഓക്കെ അല്ലേ? എന്നിട്ട് പേര് പറഞ്ഞേ? ആശ്ലി പൊക്കോ. താങ്ക് യു. ഈ പ്രവർത്തന വർഷം ഉദ്ഘാടനം ചെയ്യാനായിട്ട് വിളിക്കുമ്പോൾ പല സ്ഥലങ്ങളിൽ ഇപ്പൊ വിളിക്കുന്നുണ്ട് എന്നെ. എന്തുകൊണ്ടെന്ന് അറിയാൻ പാടില്ല, എന്തെങ്കിലും ആവട്ടെ. ഇപ്പൊ പ്രവർത്തന വർഷം ഉദ്ഘാടനം ചെയ്യുമ്പോൾ ഞാൻ പറയേ, നിങ്ങൾ ആദ്യം നിങ്ങളെ കുറച്ചും കൂടി ഒക്കെ ഒന്ന് മനസ്സിലാക്കാൻ പരിശ്രമിച്ചാൽ മതി. ഇന്നത്തെ കാലഘട്ടത്തില് ഈ യുവതലമുറയോട് ഞാൻ എപ്പോഴും സംസാരിക്കുന്ന ഒരു ഭാഷ അതാ. പലപ്പോഴും നിങ്ങളെ മനസ്സിലാക്കാൻ നിങ്ങൾക്ക് പറ്റണില്ല. എനിക്ക് നിങ്ങളോട് പറയാനുള്ള ഏറ്റവും പ്രധാനപ്പെട്ട പോയിന്റ് അത് തന്നെയാ. നിങ്ങളെ മനസ്സിലാക്കുക കുറച്ചും കൂടിയൊക്കെ. നിങ്ങൾ ചിന്തിക്കണം, ഈ ലോകത്ത് നിങ്ങളെ സപ്പോർട്ട് ചെയ്യാനോ സ്നേഹിക്കാനോ ഒന്നും ആൾക്കാരൊന്നും വരില്ല. നിങ്ങൾ പ്രതീക്ഷിക്കരുത് കേട്ടോ. ഈ പ്രായത്തിൽ നിങ്ങൾ ചിന്തിക്കരുത് എന്നെ സപ്പോർട്ട് ചെയ്യാൻ ഒത്തിരിയേറെ പേര് വരും. നെവർ തിങ്ക് ദാറ്റ്. അങ്ങനെ വരില്ല. എടാ നീ വന്നേ, കണ്ണട വെച്ചാനെ, നിങ്ങളുടെ വന്നേ. അവനെന്നെ നോക്കിയിരിക്കുന്നോണ്ട് വിളിച്ചതാ കേട്ടോ. നല്ല സുന്ദരനായതുകൊണ്ട് വിളിച്ചതാ. ഓക്കെ, വാട്ട്സ് യുവർ നെയിം? ലിനോ. ലിനു വളരെ സുന്ദരനാണ് കേട്ടോ. അല്ലേ? ചെറുതായിട്ടോ? നല്ല സുന്ദരൻ. എനിക്ക് നല്ല ഭംഗിയായിട്ട് തോന്നി കേട്ടോ. ഓക്കെ ലിനു, പേടിയുണ്ടോ? പേടിക്കണ്ട, ഞാനൊരു പൊട്ടനാന്ന് ചിന്തിച്ചാൽ മതി കേട്ടോ. ഓക്കെ ലിനുവേ, ലിനുവിനോട് എനിക്ക് ചോദിക്കാം, ലിനുവിന് ഇഷ്ടമാണോ? ലിനുവിനെ ഇഷ്ടമാണോ? എന്തുകൊണ്ട് ഇഷ്ടം? വേറെ ആരും ഇഷ്ടപ്പെടാനില്ല? ഇല്ലടാ ലിനു, ഇല്ലേ? വീട്ടുകാരില്ലാതെ? ഓ എന്റെ കർത്താവേ, ദൈവത്തിലേക്കാ. ദൈവം ഇല്ലാതെ കൂട്ടുകാരുണ്ട്. ആരടത്? കൂട്ടുകാര് ഇവിടെ വന്നിട്ടുണ്ടോ? ഉണ്ട്. ഏതാടാ സാധനം? വാങ്ങട്. ലിനുവിന്റെ കൂട്ടുകാരനാണ് ഈ വന്നെ. ഞങ്ങളുടെ നാട്ടിൽ പറയും ഈനാമ്പിച്ചിക്ക് മരപ്പട്ടി കൂട്ടുന്നു കേട്ടാ. ഇപ്പുറത്ത് വന്നേക്ക്. ഈനാമ്പിച്ചി ഏറ്റവും വൃത്തിയിട്ടത്. അവൻ പറയാം മരപ്പട്ടിയാണ് ഇവന്. ഓക്കെ, നല്ല ഫ്രണ്ട്സ് ആണെന്ന് എനിക്ക് തോന്നണോ? ഇവന്റെ പേര് തൊട്ടാ. നീ എന്തുകൊണ്ട് ഇവനെ ഇഷ്ടപ്പെടുന്നേ? എന്തെങ്കിലും നോക്കിയിട്ടാണ് നമ്മൾ ഇഷ്ടപ്പെടുന്നത്. ഞാൻ ചോദിച്ചത് നിന്നോട്, നീ എന്തുകൊണ്ടാണ് ഇഷ്ടപ്പെടുന്നതെന്ന്. വെറുതെ ഇഷ്ടപ്പെട്ടതാ? വെറുതെ ഇഷ്ടപ്പെട്ടു. ഒരു കാരണമില്ല. നിന്നെ പോലെ തന്നെ ഊളാ. ഓക്കെ, ആ ഒരു വൈബ് ഇവർ തമ്മിൽ ഉള്ളത് കൊണ്ടായിരിക്കാം ചിലപ്പോൾ ഇവർ ഇഷ്ടപ്പെടുക. ഞാനൊരു ലിനുവിനോടൊരു കാര്യം ചോദിച്ചോട്ടെ. ലിനുവിന്റെ എല്ലാ കാര്യങ്ങളും ഇവനറിയോ? ഏകദേശമായി. എല്ലാ കാര്യങ്ങളും അറിയോ? ഇല്ല. നിന്റെ എല്ലാ കാര്യങ്ങളും അവർക്കറിയോ? നിന്റെ എല്ലാ കാര്യങ്ങളും ഇവനറിയോ? ഇല്ല. ചില സങ്കടങ്ങള്, ചില വേദനകളൊക്കെ അറിയോ? ഇല്ല. നിന്റെ കാര്യങ്ങൾ അറിയോ? എടാ അവനറിയോന്നാ നിന്റെ കാര്യം? എല്ലാം അറിയോടാ? നിന്റെ കൂടായ്പൊക്കെ അറിയോ? ഓക്കെ. അപ്പൊ ഞാൻ എന്താ പറഞ്ഞതറിയോ? ഇവര് നല്ല സുഹൃത്തുക്കളാ. ഇവര് ചങ്കോട് കൂടെ ചേർന്ന് നിൽക്കുന്നവരാ. പക്ഷെ ഇവര് തമ്മിൽ അറിയാത്ത കുറെ കാര്യങ്ങളുണ്ട്. നിങ്ങൾ ജീവിതത്തിൽ ചിന്തിക്കണം, നിങ്ങളെ പൂർണ്ണമായിട്ട് മനസ്സിലാക്കാൻ ഈ ലോകത്ത് ഒരാൾക്ക് പറ്റില്ല. അത് നിങ്ങൾക്ക് മാത്രമേ പറ്റുള്ളൂ. എത്ര സങ്കടം വന്നാലും ഡിപ്രഷൻ വന്നാലും, ഇപ്പൊ ഡിപ്രഷന്റെ സ്റ്റേജിലൂടെയൊക്കെയാ പല പിള്ളേരും കടന്നുപോയിക്കൊണ്ടിരിക്കുക. പലരും വരും, അച്ഛാ ഡിപ്രഷനാ, എനിക്കൊന്നും ചെയ്യാൻ പറ്റില്ല. ചിലരോട് ചോദിക്കും, നീ എന്തിനാ കരയണേ? എന്താ പ്രശ്നം? എന്താടാ നിന്റെ ബുദ്ധിമുട്ട്? ഒരു ഐഡിയ ഇല്ല. ചിലര് തന്നെ ഇരുന്ന് വിഷമിക്കണ കാണാം, തന്നെ ഇരുന്ന് കരയണ കാണാം, തന്നെ ഇരുന്ന് ചിലപ്പോ ചിന്തിക്കണ കാണാം. ഇതൊക്കെ ജീവിതത്തിന്റെ പ്രശ്നം. പക്ഷേ നിന്നോട് എനിക്ക് പറയാനുള്ളത് എന്തറിയോ? നിനക്ക് എത്ര കൂട്ടുകാരുണ്ടെങ്കിലും, എത്ര ബന്ധങ്ങൾ ഉണ്ടെങ്കിലും, എത്ര പേര് നിന്റെ കൂടെ നിന്നാലും ചിലപ്പോ പറ്റുമെന്ന് നീ വിശ്വസിക്കരുത്. പറ്റില്ല.
കേട്ടോ? പറ്റില്ല. നിന്റെ ജീവിതത്തിൽ നീ തിരിച്ചറിയേണ്ട കാര്യം അത്. നിന്നെ ഏറ്റവും കൂടുതൽ ലിനുവിനെ ഏറ്റവും കൂടുതൽ മനസ്സിലാക്കാൻ ആർക്ക് പറ്റും? ലിനുവിനെ ഏറ്റവും കൂടുതൽ മനസ്സിലാക്കാൻ ലിനുവിനെ പറ്റുള്ളൂ. കേട്ടോ? ആ. ലിനുവിനെ ഏറ്റവും കൂടുതൽ മനസ്സിലാക്കാൻ ആർക്ക് പറ്റും? ലിനോയ്. ലിനുവരാ? ഞാൻ ആ. നിന്നെ ഏറ്റവും കൂടുതൽ മനസ്സിലാക്കാൻ ആർക്ക് പറ്റണേ? എനിക്ക് പറ്റും. എനിക്ക് നിന്റെ പേരെന്നോട്ടാ? അച്ഛൻ. അജിൻ. ഉം. അജിന് പറ്റും. നിങ്ങളുടെ ജീവിതത്തിൽ നിങ്ങൾ ചിന്തിക്കേണ്ട ഏറ്റവും മർമ്മ പ്രധാനപ്പെട്ട പോയിന്റ് അതാ. നിന്നെ മനസ്സിലാക്കാൻ നിനക്കാ പറ്റുള്ളൂ. എന്തെങ്കിലും ഒരു വിഷമം വരുമ്പോ നീ നിന്നോട് പറയണം, പോട്ടടാ പോട്ടെ. ലിനു ഇപ്പൊ എന്ത് പറയണം? ലിനു ഫോട്ടെന്ന് പറയണം. പൊട്ടാന്നല്ല, ഫോട്ടെന്ന് പോട്ടെ എന്ന് പറയണം. ലിനു പോട്ടെ, വിഷമിക്കണ്ട. എനിക്ക് വരാറുണ്ട് സങ്കടങ്ങളൊക്കെ. ഞാൻ ഇത്ര മോട്ടിവേഷൻ കൊടുക്കുന്നു, ധ്യാനിപ്പിക്കാൻ പോകുന്നു, എന്തോരം സങ്കടങ്ങൾ വരുന്നറിയോ? കഴിഞ്ഞ ദിവസം ഒരു വീഡിയോ, ഇതുപോലെ വീഡിയോ ഇടുമ്പോ പ്രശ്നമാ. കാരണം ഞാൻ പറയുന്ന അർത്ഥമായിരിക്കില്ല ചിലർ മനസ്സിലാക്കണേ. കഴിഞ്ഞ ദിവസം ഒരു വീഡിയോ കണ്ടിട്ട് ഒരുത്തൻ എന്നെ പച്ചത്തെറി, തനിക്ക് വല്ല പരിപാടിക്കും പോക്കൂടോ, എന്റെ വീഡിയോ കണ്ടിട്ട് പറയാ തനിക്ക് നല്ല തണ്ടും തടിയുണ്ടല്ലോ, വല്ല കൂലിപ്പണി എടുത്തും ജീവിച്ചുകൂടോ. എനിക്ക് അവനെ തിരിച്ച് തെറി വിളിക്കാൻ പറ്റുമോ? തിരിച്ച് തെറി വിളിക്കാൻ പറ്റുമോ? ഇല്ല. ഞാൻ എന്താ പറയുക ചെയ്തെന്നറിയോ? ഞാൻ 5 സ്തുതി, നമ്മുടെ ഇമോജി ഇല്ലേ, അത് 5 അങ്ങോട്ട് കൊടുത്തിട്ടു. എനിക്ക് അത്ര ചെയ്യാൻ പറ്റൂ. നിങ്ങൾ ജീവിതത്തിൽ ഓർക്കണം, നിങ്ങളെ പൂർണ്ണമായിട്ടും സ്നേഹിക്കാൻ, മനസ്സിലാക്കാൻ, കൊണ്ടു നടക്കാൻ നിങ്ങൾക്ക് മാത്രമേ പറ്റുള്ളൂ. അതുകൊണ്ട് നിങ്ങളെ ഏറ്റവും കൂടുതൽ സ്നേഹിക്കേണ്ടത് ആരായിരിക്കണം? നിങ്ങൾ തന്നെയായിരിക്കണം. നിങ്ങൾ സ്നേഹിക്കണം ഭയങ്കരമായിട്ട്. എന്റെ ഏറ്റവും വലിയ പ്രത്യേകത എന്നറിയോ? എനിക്ക് എന്നെ ഭയങ്കര ഇഷ്ടമാണ്. നിങ്ങൾ എത്ര കുറ്റപ്പെടുത്തിയാലും എനിക്ക് എന്നെ ഭയങ്കര ഇഷ്ടമാണ്. എന്ന കുറവുകളില്ലേ? ഉണ്ട്. ഞാൻ എപ്പോഴും പറയാം എന്റെ പ്രസംഗത്തില്, എന്നറിയോ, നിങ്ങളുടെ കുറവുകൾ നിങ്ങൾ പറഞ്ഞാൽ പിന്നെ ആരാ നിങ്ങളെ സപ്പോർട്ട് ചെയ്യാ? ചിലർ പറയും ലിനുവിന്റെ കുറവായിട്ട് ലിനു എന്നിട്ട് തോന്നിയിട്ടുള്ളേ? ഒരു കുറവില്ലാത്തവനാ? പോരട്ടെ, അടിച്ചു കയറി വാ. അല്ല, അടിച്ചു കയറി വാന്നല്ലേ, അങ്ങനല്ലേ? ആ, പെട്ടെന്ന് ചോദിച്ചാൽ ഒരു കുറവില്ല നിനക്ക്. അജിൻ കുറച്ചും കൂടി ബോൾഡായിട്ട് ചക്കനാ, എനിക്കറിയാം. അജിനെ ഒരു കുറവ് പറഞ്ഞേ. കോൺഫിഡൻസ് കുറവാണ്. ഉണ്ട്, അത് കുറവുണ്ട്. ഓക്കെ, പിന്നെ അതൊരു കുറവുണ്ട്. പിന്നെ ഒരു കുറവ് ഞാൻ പറയട്ടെ അല്ലേ? പെട്ടെന്ന് ചോദിക്കുമ്പോൾ പേടിയുണ്ട്. ഒരു ചെറിയൊരു പേടിയുണ്ട് എല്ലാത്തിനോടും അല്ലെ? എന്താകും, എങ്ങനെയാകും, ചെറിയൊരു കുറവുണ്ട്. ഈ കുറവ് ഇപ്പൊ എനിക്ക് ദേഷ്യം വരുന്നൊരു സ്വഭാവമുണ്ട്, എനിക്ക് ഇത്രയും കുറവുണ്ട് എന്ന് കരുതി നിങ്ങൾ പറഞ്ഞുകൊണ്ട് നടന്നാൽ പിന്നെ നിങ്ങളെ ആരെ സപ്പോർട്ട് ചെയ്യാ? നിങ്ങളെ സപ്പോർട്ട് ചെയ്യണം. കുറവുണ്ടാ? കുഴപ്പമില്ല, പോട്ടെ, നോ പ്രോബ്ലം. ഞാൻ അങ്ങനെയായിരുന്നു. ഞാൻ എന്താ പറയും, ഞാനൊക്കെ നിങ്ങളുടെ പ്രായത്തിൽ സെമിനാറിൽ ഞങ്ങള് 10ാം ക്ലാസ് കഴിഞ്ഞ് സെമിനാരിൽ പോകും. 12 വർഷം സെമിനാരിൽ പഠിക്കും. സെമിനാരിൽ നിന്ന് പുറത്തായി കഴിഞ്ഞിട്ട് അച്ഛനായിട്ടാണ് ഇറങ്ങി വരുന്നത്. അച്ഛനായിട്ട് ഇറങ്ങി വരുമ്പോ ഞങ്ങൾ ജീവിതത്തിൽ ഓർക്കേണ്ട വരുന്നുണ്ട്. ഞാൻ ആദ്യമായിട്ട് വീഡിയോ ഇട്ടപ്പോ, എന്റെ യൂട്യൂബിൽ വീഡിയോ ഇട്ടപ്പോ 10 പേരാ കണ്ടേ. ഇന്നിപ്പോ 2.5 ലക്ഷം അടുത്ത ആൾക്കാരായി യൂട്യൂബിൽ വീഡിയോ കാണാനായിട്ട്. എനിക്കിപ്പോ ഏകദേശം ഇൻസ്റ്റഗ്രാമിലൊക്കെ നിങ്ങൾ പരിശോധിച്ചാൽ മനസ്സിലാവും, ഏറ്റവും കൂടുതൽ അത്യാവശ്യം ഫോളോവേഴ്സ് ഉള്ള ഒരു അച്ഛനാണ് ഞാൻ. ഇൻസ്റ്റഗ്രാമിലും ഫേസ്ബുക്കിലും ഒക്കെ കൂടി നോക്കിക്കഴിഞ്ഞാൽ, ഷെയർ ചാറ്റ് എല്ലാം കൂടി നോക്കിക്കഴിഞ്ഞാൽ ഒരു 9 ലക്ഷത്തിന്റെ ഫോളോവേഴ്സ് എനിക്കുണ്ട്. പക്ഷെ കാര്യം പറഞ്ഞാണ്ടല്ലോ, ഒരു സങ്കടം വരുമ്പോ ഈ 9 ലക്ഷം എന്റെ കൂടെ ഉണ്ടോ? ഇല്ല. എനിക്കൊരു പ്രശ്നം വരുമ്പോ ഞാൻ മാത്രമേ ഉള്ളൂ. ആ പ്രശ്നം വരുമ്പോ നിന്നോട് പറയണം, എത്ര പേര് കൂടെ ഉണ്ടെങ്കിലും ഐ എം ഓക്കെ. എനിക്ക് സങ്കടം വരും. ഞാൻ ഇടയ്ക്ക് എന്നോട് പറയും, ജിനു പോട്ടെ, ജിനു പോട്ടടാ, ജിനു പോട്ടെ, ജിനു വിഷമിക്കല്ലേ, പോട്ടെ. കുറെ നേരം എന്നോട് പറയും ഞാൻ, എനിക്ക് സങ്കടമൊക്കെ വരുമ്പോ. അത് കഴിഞ്ഞിട്ട് ഞാൻ എന്നോട് ചെയ്യുന്നറിയോ? ഞാൻ പോയിട്ട് ഇൻസ്റ്റഗ്രാം പേജ് തുറന്ന് എന്റെ വീഡിയോ ഞാൻ തന്നെ കാണും. എന്നിട്ട് ഞാൻ തന്നെ എന്നോട് പറയും, എന്നാ പ്രസംഗാടാ ജിനു, നിനക്കതുപോലൊക്കെ ഒന്ന് ജീവിച്ചൂടെ? ഇത്രേ ഉള്ളൂ. നിന്റെ ലൈഫിൽ നീ ഇതിന് മാത്രം സങ്കടപ്പെടാ. ഇന്നത്തെ പിള്ളേരുടെ കുഴപ്പമറിയോ? ഒക്കെ നിരാശയാ. അത് കിട്ടൂല, ഇത് കിട്ടില്ല, പഠിച്ചാൽ കിട്ടില്ല, ജോലി കിട്ടില്ല, അങ്ങനെ ആകില്ല, ഇങ്ങനെ ആകില്ല, ഒന്നും നടക്കില്ല. ലിനുവിന് അങ്ങനെ എന്തെങ്കിലും ഉണ്ടോ? അതെനിക്ക് തോന്നി. അജിന് അങ്ങനെ ഉണ്ടോ? ഒരു ബ്ലാങ്ക് അല്ല മുമ്പില്, എന്തായി തീരുന്ന ഒരു ഐഡിയ ഉണ്ടോ? ഇല്ല. അടുത്ത ഞാൻ പറഞ്ഞേ കേട്ടോ. നമ്മുടെ ഇവിടെ ഇരിക്കുന്ന എല്ലാ പിള്ളേരോടും ചോദിച്ചോക്കോ, നീ എഴുന്നേറ്റ് നേടാ, വാട്ട്സ് യുവർ നെയിം?
അലൻ. അലൻ എന്തായി തീരണം? എന്തേലുമൊക്കെ എന്തെങ്കിലൊക്കെ ആയാ മതി. യു കമോൺ വാട്ട്സ് യുവർ നെയിം? ആൻഡ്രിക്ക് എന്തായി തീരണം എന്ന് ആഗ്രഹം? ഇങ്ങനൊന്നും ഇല്ല, ഇതുവരെ ഒന്നും ആയിട്ടില്ല. ആൻഡ്രിയ പൊക്കോ. എന്റെ ആശ്ലി മോള് വന്നേ, വാ. ഞാൻ പിടിച്ചു കഴിഞ്ഞ പിടിച്ചതാ. ആശ്ലി മോളെ എന്തായി തീരാൻ ആഗ്രഹം? നേഴ്സ്. ഇപ്പൊ എല്ലാ പെൺകുട്ടികളുടെ ആഗ്രഹം നേഴ്സ്. നല്ല കാര്യം കേട്ടോ, ജോലിയും കിട്ടും, വരുമാനം കിട്ടും, കുഴപ്പമില്ല, എല്ലാം സെറ്റിൽഡ് ആയി, നല്ല കാര്യം. പൊക്കോ. അത്രയെങ്കിലും പറഞ്ഞില്ല നിങ്ങൾ ജീവിതത്തിൽ ഓർക്ക്? ഈ ഉത്തരം പറഞ്ഞില്ലല്ലോ. പൊക്കോടാ, എനിക്ക് കൂട്ടാളായിട്ട് ഇവർ രണ്ടുപേരും മതി. ഇനി എല്ലാ വീഡിയോയിലും നിങ്ങൾ വരും. നിങ്ങളുടെ എന്റെ വീഡിയോ ഒക്കെ ദൈവം എടുത്തോണ്ടിരിക്കല്ലേ കേട്ടോ. ഞാൻ എന്തിനാ പറഞ്ഞെന്നറിയോ? നിങ്ങളുടെ ജീവിതത്തില് ചിലപ്പോ നിങ്ങൾ തന്നെ ഒത്തിരിയേറെ സ്ട്രഗിൾ ചെയ്യും. ആ സ്ട്രഗിൾ ചെയ്യുന്ന നിമിഷങ്ങളില് നിങ്ങൾ ഏറ്റവും കൂടുതൽ നിങ്ങളെ സ്നേഹിക്കുക, ഏറ്റവും കൂടുതൽ നിങ്ങളെ മനസ്സിലാക്കുക. ചിലപ്പോൾ നിങ്ങളുടെ മാതാപിതാക്കൾ തമ്മിൽ ഡിവോഴ്സ് ആയിരിക്കാം, ചിലപ്പോൾ മാതാപിതാക്കൾ തമ്മിൽ മിണ്ടുണ്ടാവില്ല, ചിലപ്പോൾ മാതാപിതാക്കൾ തമ്മിൽ പ്രശ്നങ്ങൾ ഉണ്ടാകാം, ചിലപ്പോൾ നീ ആയിരിക്കുന്ന അവസ്ഥയിൽ പഠിക്കാൻ നിനക്ക് ബുദ്ധിമുട്ടുണ്ടാകാം. പക്ഷെ ഞാൻ പറയുന്നറിയോ, ഹാർഡ് വർക്ക് ചെയ്യുക, ഭയങ്കരമായിട്ട് ഹാർഡ് വർക്ക് ചെയ്യുക. നിന്റെ ജീവിതത്തിൽ നിന്നെ കൊണ്ടുനടക്കാൻ നീ നന്നായിട്ട് നിന്നെ സ്നേഹിക്കുക, നിനക്ക് വേണ്ടി നീ ഹാർഡ് വർക്ക് ചെയ്യുക. നീ എവിടെയെങ്കിലും എത്തിച്ചേരും, എനിക്ക് ഉറപ്പത്, 100% ഉറപ്പാ. നീ ആദ്യം ആരെ സ്നേഹിക്കണം? അപ്പോ ഈശോ പറഞ്ഞു വെച്ച വളരെ സുന്ദരമായൊരു കോട്ടിംഗ് ഉണ്ട്. യു കമോൺ. വളരെ മാന്യമായിട്ടുള്ള ചെറുപ്പക്കാരനായിട്ട് എനിക്ക് തോന്നി. വാ, താടിയൊക്കെ വെച്ച് നല്ല പ്രബലമായ ഉത്തരം പറയാൻ കഴിവുള്ളവൻ കേട്ടോ. വാട്ട്സ് യുവർ നെയിം? ജോഷുവ. ഗിണ്ടങ്കാച്ചി പേര്. ഓ, ആ പേര് കേൾക്കുമ്പോ തന്നെ സൂപ്പർ പേര്. ജോഷുവ ആരാന്നറിയോ? ബൈബിളിലെ പ്രവാചകനായിരുന്നു. പുള്ളിയുടെ ക്വാളിറ്റി എന്താണെന്നറിയോ? വെട്ടിക്കെട്ടായിരുന്നു, വെട്ടിക്കെട്ട്. നമ്മുടെ ഭാഷയെ പറഞ്ഞ വെട്ടിക്കെട്ടായിരുന്നു അവൻ കേട്ടോ. ഇരിക്കുന്ന ഇരിപ്പിൽ തന്നെ വെട്ടിക്കെട്ടോടെ സംസാരിക്കുന്ന മനുഷ്യനായിരുന്നു ജോഷുവ. എനിക്ക് ഭയങ്കര ഇഷ്ടമുള്ള ഒരു കഥാപാത്ര ബൈബിളിലെ. ഓക്കെ, ജോഷുവ. വെട്ടിക്കെട്ടായ ജോഷുവയോട് ഞാൻ ചോദിക്കാം, ജോഷുവ, നമ്മുടെ ബൈബിളിൽ സുന്ദരമായ ഒരു വചനമുണ്ട്, നിന്നെ പോലെ തന്നെ നിന്റെ അയൽക്കാരനെ സ്നേഹിക്കുക. ഈശോ പറഞ്ഞു വെച്ച കോട്ടിങ്ങിലെ ഏറ്റവും ഇഷ്ടപ്പെട്ട ഒരു കോട്ടിങ് എനിക്കത്. അപ്പോ ഈശോ ആദ്യം ആരെ സ്നേഹിക്കാനാ പറയണേ? നിന്നെ പോലെ തന്നെ നിന്റെ അയൽക്കാരനെ സ്നേഹിക്കാന്ന് പറയണേ. ഈശോ എപ്പോഴെങ്കിലും പറഞ്ഞോ അയൽക്കാരനെ പോലെ നിന്നെ സ്നേഹിക്കണമെന്ന്? നീ വന്നു ലിനു പൊക്കോ, അജിം പൊക്കോ, എനിക്ക് രണ്ടാളെ കിട്ടി, പൊക്കോ. നിന്റെ പേരെന്നോട്ടാ? ഫെബി വളരെ സുന്ദരനാണ് കേട്ടോ. എന്ത് നീ ആണെങ്കിലും കേട്ടോ, ഫെബിൻ വളരെ സുന്ദരനാണ്. ഫെബി എന്താ ചെയ്യുന്നേ? പ്ലസ് ടു കഴിഞ്ഞു. എന്തായി തീരും? ഇതുവരെ തീരുമാനിച്ചിട്ടില്ല. എന്തെങ്കിലും ആയാ മതിയോ? അങ്ങനൊന്നുമില്ല. എന്തുട്ടടവേ പഠിക്കോ? ആർക്ക്? കുറച്ചെങ്കിലും പഠിക്കോ? അത്രയും മതി. ഓക്കെ, ഫെബിയോട് ഞാൻ ചോദിക്കുക, ഈശോ പറയാ നിന്നെ പോലെ തന്നെ നിന്റെ അയൽക്കാരനെ സ്നേഹിക്കുക. ഫെബി ഏറ്റവും കൂടുതൽ സ്നേഹിക്കേണ്ടത് ആരെയാ? എന്തുകൊണ്ട്? അതുകൊണ്ടല്ല, ഞാൻ പറഞ്ഞുകൊണ്ടല്ല, വേറെ എന്തെങ്കിലും കാരണം? ഒരു കാരണമില്ല. കാരണം എന്താ അറിയോ ഫെബിയെ? നിന്നെ സ്നേഹിക്കാൻ വേറെ ആരും ഇല്ലാത്തോണ്ടാ കേട്ടോ. നിന്റെ മനസ്സിൽ ഒരു മുറിവ് അടക്കണ്ട, ഞാൻ പറയണോ? നമ്മൾ ഈ സൈക്കോളജി പഠിച്ചോണ്ടേ ഒരാളെ കണ്ട ഞാൻ കൃത്യമായിട്ട് പറയും. നിങ്ങളുടെ പേര്, നിങ്ങളുടെ മുഖത്ത് നോക്കി, ഇപ്പൊ ജോഷിയുടെ മുഖത്ത് നോക്കി ജോഷിയുടെ കാര്യങ്ങൾ ഞാൻ പറയണോ? വേണ്ട, നിങ്ങളുടെ ജോഷിയുടെ കാര്യം നിങ്ങൾ എങ്ങനെ കേൾക്കണ്ട കേട്ടോ. ഞാൻ ജോഷിയോട് പറഞ്ഞോളാം. ഞാൻ എന്താ പറയുന്നത്, നമുക്ക് ഒരാളെ കിട്ടിയാൽ മതി. നമ്മളിങ്ങനെ സ്ഥിരം കൗൺസിലിംഗ് ചെയ്യുന്നതുകൊണ്ട് നമ്മളിങ്ങനെ നോക്കിയിരുന്ന, ഇപ്പൊ ഫെബിനെ നോക്കിയിരുന്ന ഫെബിന്റെ മനസ്സിൽ എന്താ ചിന്തിക്കണേ, ഫെബിൻ എന്താ പറയണേ, ഫെബിന്റെ മനസ്സിലെ പ്രശ്നം എന്താ, മുഖത്ത് നോക്കിയാൽ കൃത്യമായിട്ട് കിട്ടും. അത് നമ്മൾ സ്ഥിരമായിട്ട് ചെയ്യുന്നൊരു എക്സസൈസ് ചെയ്തോണ്ട് ഞാൻ പറഞ്ഞേ കേട്ടോ. ആ ചുമന്ന പെരീനിട്ട് അവനെ വിളിച്ചടാ, ആ ചുമന്ന പെരീനിട്ട്. അവനെ ഇങ്ങോട്ട് വാ നീ ഇങ്ങോട്ട് വാ, പ്യൂമയുടെ പെരീനിട്ട് വന്നേക്കാ, ഇങ്ങോട്ട് വാ. ലിനുവിന്റെ അടുത്ത് വർത്താനം പറയാൻ പോയിക്കണം, ഇങ്ങോട്ട് വാ. ജോഷുവ പൊക്കോ, ജോഷുവ നല്ല വൈതല പൊക്കോ. വാട്ട്സ് യുവർ നെയിം? അലനെ ഈശോ പറഞ്ഞു വെച്ചാൽ നിന്നെ പോലെ തന്നെ. അപ്പൊ അലനെ ഏറ്റവും കൂടുതൽ സ്നേഹിക്കുന്നത് അലനെ തന്നെ സ്നേഹിക്കണം. അലനെ സ്നേഹിച്ചിട്ട് ഞാൻ അലനോടൊരു ചോദ്യം ചോദിക്കാം. അലന്റെ ഏറ്റവും നല്ലൊരു ക്വാളിറ്റി പറഞ്ഞേ. എന്ന് പറഞ്ഞു കഴിഞ്ഞാ അത്യാവശ്യം സഹായമൊക്കെ ചെയ്യും. ആരെങ്കിലും പടയെ കൊണ്ട് പറ്റുന്നേക്ക് അത്യാവശ്യം സഹായിക്കും. എന്തെങ്കിലും ചോദിച്ചു കഴിഞ്ഞാൽ പറ്റുന്നതെന്ന് ചെയ്തു കൊടുക്കും. എന്തെങ്കിലുമൊക്കെ ആണെങ്കിൽ പറ്റുന്നതൊക്കെ ചെയ്തു കൊടുക്കും. പിന്നെ
വേറെന്തോ ഫെബിന്റെ ഒരു ക്വാളിറ്റി പറഞ്ഞേ. അല്ലോണം കേട്ടാ, അങ്ങനെയൊന്നുമില്ല. ഏ? അറിയത്തില്ല. ഒരു ക്വാളിറ്റി ഇല്ലാത്തവനാ നീ. ഒരു ക്വാളിറ്റി ഇല്ല നിനക്ക്. നീ എന്താണ് ഇങ്ങനെ ഡിപ്രഷൻ അടിച്ച് സങ്കടപ്പെട്ട് ജീവിക്കുന്നേ? ഇവന്റെ മനസ്സിൽ ഒരു വിഷമം കിടക്കുന്നുണ്ട്. ഫെബിയെ, നമുക്ക് പോകുന്നതിന് മുമ്പ് എന്നെ കാണണോട്ടാ. അവിടെ പോയിരുന്നോ? ഫെബിന്റെ ഇപ്പുറത്തിരിക്കണമ്പാ. ഇവിടെ നിന്നൊക്കെ വളരെ സുന്ദരനാണ് നീ കേട്ടോ. വാട്ട്സ് യുവർ നെയിം? അലൻ. അലൻ. ഇതും അലനാ? അലനാ? ഓക്കെ. അലന്റെ ഏറ്റവും നല്ല ക്വാളിറ്റി പറഞ്ഞേ. മറ്റുള്ളവരെ കോൺഫിഡൻസ് കൊടുക്കാൻ പറ്റുന്നത്. മറ്റുള്ളവരെ നന്നായിട്ട് പ്രോത്സാഹിപ്പിക്കും. അതൊരു ക്വാളിറ്റിയാണ്. എനിക്കതില്ലെങ്കിലും മറ്റുള്ളവരെ പ്രോത്സാഹിപ്പിക്കും. സാധിക്കും. പിന്നെ അതാണ് മെയിൻ ക്വാളിറ്റി. വേറൊരു ക്വാളിറ്റി. വേറെ പ്രത്യേകിച്ച് ക്വാളിറ്റി ഓർമ്മ കിട്ടുന്നില്ല. അലന്റെ 2 ക്വാളിറ്റി പറഞ്ഞോ. നീ വന്നടാ. വാട്ട്സ് യുവർ നെയിം? ജോബ്. ജോബ്. ഓ എന്റെ കർത്താവേ. ജോബിന്റെ ഏറ്റവും നല്ല ക്വാളിറ്റി നന്നായിട്ട് സംസാരിക്കും. ആൾക്കാരുടെ അടുത്ത് സംസാരിക്കും. അത് വലിയ ക്വാളിറ്റിയാണ് കേട്ടോ. ഇവരൊന്നും സംസാരിക്കാത്തവരാ. അതുകൊണ്ട് നിനക്ക് മാത്രം സംസാരമുള്ള നല്ല ക്വാളിറ്റിയാ. പിന്നെ ഒരു ക്വാളിറ്റി കൂടി. ചെറുതായിട്ട് എഴുതും. ചെറുതായിട്ട് എന്ത് എഴുതും? കോപ്പി എഴുതുന്ന കഥ എഴുതും. ഓക്കെ, നല്ല കാര്യം കേട്ടോ. ജോബ് അത് കണ്ടിന്യൂ ചെയ്യുക. അല്ലത് കണ്ടിന്യൂ ചെയ്യുക. താങ്ക് യു. ഞാൻ എന്താ പെൺകുട്ടികളോട് ഞാൻ ചോദിച്ചില്ലല്ലോ. ഭയങ്കര സങ്കടാവല്ലേ? പൈലറ്റ് കുട്ടി വന്നേ. നീലക്കുട്ടി വാ. നല്ല കമ്മലാണ് കേട്ടോ. ഇത് തൂങ്ങിയ ആടോ? നല്ല ആട്ടാ. ഓക്കെ. വാട്ട്സ് യുവർ നെയിം? അലീന. അലൻ, അലീന. ഓക്കെ, നല്ല കാര്യ. അലീനയ്ക്ക് അലീനയെ തോന്നിയിട്ടുള്ള ഏറ്റവും നല്ല ക്വാളിറ്റി? എന്നിട്ടോ? കേൾക്കും ഞാൻ. എന്ത് പറഞ്ഞാലും കേൾക്കും. പച്ച തെറിയാണെങ്കിലും കേട്ടു. അതില്ല. നല്ല കാര്യമാണെങ്കിൽ കേട്ടോ. കേൾക്കും. ഓക്കെ. വേറെ ക്വാളിറ്റി? ഞാനും നന്നായിട്ട് സംസാരിക്കും. ഓക്കെ. ഇങ്ങോട്ട് വാ നീലക്കുട്ടിയെ. പേരെന്നാ? ആഷ്ലി. ആഷ്ലി. ക്വാളിറ്റി? ഇല്ല, എനിക്ക് അങ്ങനെ എടുത്തു പറയേണ്ടതൊക്കെ ക്വാളിറ്റി ആണെന്ന് എനിക്ക് അറിയത്തില്ല. പിന്നെ ആരെങ്കിലും ഇവള് പറഞ്ഞ പോലെ തന്നെ എന്തെങ്കിലും ഇപ്പൊ ഒരു പ്രശ്നമായിട്ട് അടുത്ത് വന്നാൽ അറ്റ്ലീസ്റ്റ് അവരെ കേൾക്കാനുള്ള ഒരു മെന്റാലിറ്റി ഉണ്ട്. പിന്നെ ആരെ കണ്ടാലും ഒന്ന് ചിരിക്കാനുള്ള ഓക്കെ. രണ്ടും പോക്കാ. ഞാൻ വെറുതെ ചോദിച്ചൊരു ചോദ്യം, വെറുതെ പറഞ്ഞൊരു ആൻസർ. പക്ഷെ നിങ്ങൾ ചിന്തിക്കണം, ഈ ലോകത്ത് നിങ്ങളെ മനസ്സിലാക്കാൻ നിങ്ങൾ എപ്പോഴും പരിഗണിക്കുക. നിങ്ങൾ മനസ്സിലാക്കാൻ നിങ്ങൾ പരിശ്രമിക്കുക. നിന്റെ ജീവിതത്തില്, നിന്റെ അവസ്ഥകളില്, നിന്റെ ഏത് പ്രശ്നത്തിലും നീ നിന്നെ സ്നേഹിക്കുക ഏറ്റവും കൂടുതൽ. എന്ത് പ്രശ്നം വന്നാലും നീ നിന്നെ ഒരിക്കലും തഴയരുത്. ചിലർ പറയും, അച്ഛാ ആത്മഹത്യ ചെയ്യാൻ പോവാ, മരിച്ചാ മതി, തീർന്നു. കഴിഞ്ഞ ദിവസം ഒരു പെങ്കൊച്ചു വന്നേക്കാ, അച്ഛൻ എനിക്ക് ചത്താ മതി, കല്യാണം കഴിക്കാൻ പോവാ, അതിന് മുമ്പ് അവൾക്ക് പേടിയാ. അച്ഛാ ഞാൻ കല്യാണം കഴിച്ച ശരിയാവോ? എന്റെ ജീവിതം എങ്ങനെയായിരിക്കും? എന്തായി തീരും? എങ്ങനെയായിരിക്കും? അലനെ ഭയങ്കര സംശയം അലനെ. ഓക്കെ. അലനാണെങ്കിൽ നന്നായിട്ട് നോക്കിയാനെ പെങ്കൊച്ചിനല്ലേ? ഒന്നുമില്ല. ഓക്കെ. ഞാൻ എന്താ പറഞ്ഞതറിയോ? നിങ്ങളുടെ ജീവിതത്തിൽ പ്രശ്നങ്ങളുണ്ട്, പ്രയാസങ്ങളുണ്ട്, ബുദ്ധിമുട്ടുകളുണ്ട്. പക്ഷെ നീ ചിന്തിക്കണം, നീ ആ പ്രശ്നങ്ങളെ ഫേസ് ചെയ്യാൻ പഠിക്കുമ്പോ, നീ നിന്നെ സ്നേഹിക്കുമ്പോ നിനക്ക് നന്നായിട്ട് അത് അഭിമുഖീകരിക്കാൻ പറ്റും. അതുകൊണ്ട് എനിക്ക് നിങ്ങളോട് ആദ്യമേ പറയാനുള്ള ഏറ്റവും പ്രധാനപ്പെട്ട പോയിന്റ്, നീ നിന്നെ സ്നേഹിക്കുക ഏറ്റവും കൂടുതൽ. ഈ പ്രവർത്തന വർഷ ഉദ്ഘാടനത്തിൽ എനിക്ക് നിങ്ങളോട് പറയാനുള്ളത് തന്നെയാണ്, നിങ്ങളെ സ്നേഹിക്കുക, ഭയങ്കരമായിട്ട് സ്നേഹിക്കുക. ഇന്നത്തെ യുവതലമുറയ്ക്ക് നഷ്ടപ്പെടുന്ന ഒരു കാര്യത, സ്വയം ഇഷ്ടമില്ല. സ്വന്തം സന്തോഷം കൊണ്ടുപോയി മറ്റൊരാൾക്ക് കൊടുക്കും. അവൻ ചിരിച്ചാ ഞാൻ ചിരിക്കും, അവള് കരഞ്ഞാ ഞാൻ കരയും, അവള് ചിരിച്ചാ ഞാനും ചിരിക്കും, അവള് വേദനിച്ചാ ഞാനും വേദനിക്കും. എന്തിനാ നിന്റെ സന്തോഷം മറ്റൊരാൾക്ക് കൊടുക്കണേ? ഞാൻ എന്റെ യൂട്യൂബിൽ പറഞ്ഞിട്ടുള്ള ഒരു വീഡിയോ ഉണ്ട്, നിങ്ങൾ ചിലപ്പോൾ കേട്ടിട്ടുണ്ടാകാം. ഒരിക്കല് ഒരു ധ്യാന പ്രസംഗം കഴിഞ്ഞിട്ട് ഞാൻ തിരിച്ചു പോണ സമയത്ത് ഒരു പെൺകുട്ടി എന്നെ ഫോൺ വിളിച്ചിട്ട് എടുത്ത വഴിക്ക് പറയുന്നത്, അച്ഛാ ഞാൻ മരിക്കാൻ പോവാ. കേട്ട വഴി ഞാൻ വിചാരിച്ചു, ദൈവമേ തലയിലേക്ക് വന്നു അടുത്ത കേസ്. ഞാൻ വിചാരിച്ചു, മോളെ എന്താ പ്രശ്നം? അച്ഛാ അവൻ എന്നെ പറ്റിച്ചു, ഇതാണ് പ്രശ്നം, അവൻ എന്നെ പറ്റിച്ചു. ഞാൻ വിളിച്ചു, ആര്? പേര് പറഞ്ഞു. 8 വർഷത്തെ പ്രണയ. നിങ്ങൾ ഓർക്കണം, 8 വർഷത്തെ പ്രണയം, അവൻ എന്നെ പറ്റിച്ചു. ഞാൻ ചോദിച്ചു, മോളെ. അപ്പൊ ഞാൻ വണ്ടി ഓടിച്ചോണ്ടിരിക്കുകയാണ്, നിങ്ങൾ ഓർക്കണം, എന്റെ കാറില് ഞാൻ വണ്ടി ഓടിച്ചോണ്ടിരിക്കുക, എന്റെ പള്ളിയിലേക്ക് പോയിക്കൊണ്ടിരിക്കുക. അപ്പൊ ഞാൻ പറഞ്ഞു, പോട്ടടി മോളെ, ദൈവം ഉണ്ടടി,
നീ വിഷമിക്കണ്ടടി, ദൈവം നിനക്ക് തരൂടി, നീ നന്നായിട്ട് പൊക്കോടി, പ്രാർത്ഥിക്കടി. അവൾ പറഞ്ഞു ഇല്ലച്ചോ ഇല്ലച്ചോ ഇല്ല, ദൈവം ഇല്ല, ദൈവം ഇല്ല. ഞാൻ എത്ര പ്രാർത്ഥിച്ചിട്ട് അവനെങ്കിൽ തന്നില്ലെങ്കിൽ പിന്നെ ദൈവം ഇല്ല. ഞാൻ പറഞ്ഞു പോട്ടടി മോളെ ദൈവം ഉണ്ടടി, നീ വിഷമിക്കണ്ടടി, ദൈവം നിനക്ക് തരൂടി. അവൾ പറഞ്ഞു ഇല്ലച്ചോ, ഞാൻ ഭക്ഷണം കഴിച്ചിട്ട് ദിവസങ്ങളായി, പ്രാർത്ഥിച്ചിട്ട് ദിവസങ്ങളായി, ഉറങ്ങിയിട്ട് ദിവസങ്ങളായി, എന്തിനാ അച്ചോ അവൻ എന്നിൽ നിന്ന് അകറ്റിയേ? ഞാൻ പറഞ്ഞു പോട്ടടി മോളെ ദൈവം ഉണ്ടടി, നീ വിഷമിക്കണ്ടടി, ദൈവം നിനക്ക് വേണ്ടത് തരൂടി, നീ പ്രാർത്ഥിക്കടി. അവൾ പറഞ്ഞു ഇല്ലച്ചോ, എനിക്ക് ജീവിക്കണ്ടച്ചോ, എനിക്ക് മരിച്ചാ മതിയച്ചോ, എന്തിനച്ചോ എന്നെ ഇങ്ങനെ നിർത്തിയിരിക്കണ ദൈവം. ഞാൻ പറഞ്ഞു പോട്ടടി മോളെ ദൈവം ഉണ്ടടി, നീ വിഷമിക്കണ്ടടി, ദൈവം നിനക്ക് തരൂടി, നീ പ്രാർത്ഥിക്കടി. അവൾ പറഞ്ഞു ഇല്ലച്ചോ, ജീവിതം മടുത്തു വച്ചോ, ജീവിക്കണ്ടച്ചോ, എന്തിനച്ചോ ഞാൻ മാത്രം ഇങ്ങനെ നരകയാതന അനുഭവിക്കുന്നേ, എന്തിനച്ചോ അവൻ എന്നെ പറ്റിച്ചേ? ഞാൻ പിന്നെയും പറഞ്ഞു ഡ്രൈവ് ചെയ്യാണല്ലോ, പൊട്ടടി മോളെ ദൈവം ഉണ്ടടി, നീ വിഷമിക്കണ്ടടി, നീ പ്രാർത്ഥിക്കടി. 9:30 മണി തൊട്ട് 11:30 മണി വരെ ഈ സാധനത്തിന്റെ അടുത്ത് ഞാനിതാ പറഞ്ഞോണ്ടിരിക്കണേ. 11:30 മണിക്ക് ഞാൻ എന്റെ പള്ളി ചെന്ന വഴിക്ക് ചോദിച്ചു ഇനി എന്നിട്ട് നിന്റെ തീരുമാനം? അവൾ എടുത്ത വഴിക്ക് പറയാ ഞാൻ മരിക്കാൻ പോവാ. ഞാൻ പറഞ്ഞു നീ പോയി ചത്തോ, ഫോൺ വെക്കി, ഫോൺ വെച്ചോ, നീ ഫോൺ വെച്ചോ, എനിക്ക് നാളെ കുർബാനയുണ്ട്, നീ ഫോൺ വെക്കി. അവള് ഫോൺ വെച്ചു. ഞാൻ പറഞ്ഞിട്ട് 2 മണിക്കൂർ പറഞ്ഞു കൊടുത്തിട്ടും തലേ കയറില്ല. ചില ജീവിതങ്ങൾ അങ്ങനെയാ, എന്തോരം പറഞ്ഞാലും തലേ കയറില്ല. കഴിഞ്ഞ ദിവസം ഒരു ചെറുക്കൻ വന്നേക്കാ, സങ്കടപ്പെട്ട് 26, 27 വയസ്സുണ്ടവന്, എന്റെ മുമ്പിലിരുന്ന് മോങ്ങ. എന്നാലും വെച്ചാ ഞാൻ പറഞ്ഞു എടാ നാണാവില്ലേ നിനക്ക്? എന്നാലും അവൾ എന്നെ പറ്റിച്ചില്ല. എന്തിനാ? ഞാൻ പറഞ്ഞു പോട്ടെടാ മോനെ പോട്ടെ. ഇല്ല ഇല്ല. ഞാൻ നോക്കുമ്പോ ഏന്തി ഇരുന്ന് കരയണ എന്റെ മുമ്പിൽ ഇരുന്ന്. 27 വയസ്സുള്ള ഒരു ചെറുക്കൻ, നിങ്ങൾ ഓർക്കണം, നല്ല പഠിത്തമുണ്ടവന്. അവന് ഏന്തി കരയാ, എനിക്ക് പറ്റൂല. ഞാൻ പറഞ്ഞു എടാ നീ ഇതുപോലെ സങ്കടപ്പെടലെ, പോട്ടെ കേറണ്ട തലയില്. എന്തുട്ടൊക്കെ മനുഷ്യരെ പിള്ളേരാന്നറിയോ? എന്നിട്ട് ഈ പെങ്കൊച്ച്, ഞാൻ പറഞ്ഞു നീ എന്താന്ന് വെച്ചാ ചെയ്. പിറ്റേ ദിവസം ഞാൻ കേൾക്കുന്ന വാർത്ത എന്താണെന്നറിയോ? ഈ പെൺകുട്ടി സൂയിസൈഡ് ചെയ്തു. 8 വർഷം ഒരുത്തം പറ്റിച്ചു എന്ന് പറഞ്ഞുകൊണ്ട് സ്വന്തം ജീവിതം അങ്ങോട്ട് നശിപ്പിക്കുക. ഇടവൈ നിങ്ങളുടെ ജീവിതത്തിനൊരു വിലയില്ലേ? നിങ്ങൾ സ്നേഹിച്ചു പോയി സത്യം എന്ന് കരുതി നിങ്ങളുടെ ജീവിതം നിങ്ങൾ നശിപ്പിക്കണതിനാ. നിങ്ങൾ സ്നേഹിച്ചു, നിങ്ങൾ നന്നായിട്ട് കൊടുത്തു എന്ന് കരുതി നിങ്ങൾ നശിക്കണതിനാ. നിങ്ങൾ മനസ്സിലാക്കി, നിങ്ങൾ കൊണ്ടു കടന്നു, അയാള് സ്നേഹിച്ചില്ല എന്ന് കരുതി നീ വിഷമിക്കണതിനാ. നീ നല്ലതല്ല കൊടുത്തേ, നീ എന്തിനാ നിന്റെ ജീവിതം നശിപ്പിക്കണേ? അങ്ങടെ ഇറങ്ങിത്തിരിക്കുക ചാവാൻ. കുറെ ആണുങ്ങൾ വന്നിട്ടുണ്ട്. നിങ്ങളല്ല കേട്ടോ, നിങ്ങൾ നല്ല സൂപ്പർ പിള്ളേരാ. നിങ്ങൾ അങ്ങോട്ട് പറ്റിക്കലുണ്ടാവുള്ളൂ, ഇങ്ങോട്ട് വരില്ല കേട്ടോ. എന്നാലും കുഴപ്പമില്ല, ഞാൻ കാര്യമായിട്ട് പറഞ്ഞതാ. എന്തുട്ടും മനുഷ്യരാന്ന് ചിന്തിക്കണേ. ഞാൻ വന്നിട്ട് രാവിലെ അവള് സൂയിസൈഡ് ചെയ്തു. ഞാനിത് എങ്ങനെ അറിഞ്ഞെന്നറിയോ? കുറച്ചു നേരം കഴിഞ്ഞപ്പോ രാവിലെ തന്നെ എന്നെ ഈ പെൺകുട്ടി ഒരു ഫാനിലെ അങ്ങോട്ട് കെട്ടി തൂങ്ങി അങ്ങോട്ട് സൂയിസൈഡ് ചെയ്യാൻ ശ്രമിച്ചു. ഇവള് നോക്കിക്കഴിഞ്ഞപ്പോ ഉള്ള അമ്മ മാത്രമേ വീട്ടിലുള്ളൂ. ചെറിയൊരു വീടാ. ആ വീടിന്റെ അകത്ത് നോക്കിയപ്പോ അമ്മ നോക്കി കഴിഞ്ഞപ്പോ സ്വന്തം കൊച്ചു തൂങ്ങിക്കിടക്ക. അമ്മ വാതിലെ ചവിട്ടി തുറന്ന് കൊച്ചിന്റെ കാൽക്കല് വട്ടം പിടിച്ചിട്ട് അമ്മയ്ക്ക് തന്നെ ഈ ഹുക്കീന്ന് പൊക്കിയെടുക്കാൻ പറ്റണില്ല. അമ്മ എന്തൊട്ട് ചെയ്യാൻ പറ്റുക? അമ്മ നാട്ടുകാരെ അയൽവക്കക്കാരെയൊക്കെ വിളിച്ചു കൂട്ടി. എല്ലാവരും വന്നു, കൊച്ചിനെ പൊക്കിയെടുത്ത് ആശുപത്രി കൊണ്ടുപോയി. നിങ്ങൾ ചിന്തിച്ചു നോക്കേ, ആത്മഹത്യ ശ്രമ എന്താകും? പോലീസ് കേസാവും. കാരണം നാട്ടുകാരും വീട്ടുകാരൊക്കെ അറിഞ്ഞേക്കാ, പോലീസ് കേസാവും. പോലീസ് വന്ന് ഏറ്റവും ആദ്യം പരിശോധിക്കാൻ പോണ എന്തായിരിക്കും? ഈ കൊച്ചിന്റെ ഫോൺ. ഈ കൊച്ചിനെ ഏറ്റവും അവസാനം വിളിച്ചതാരാ? എനിക്കൊരു കോള് വന്നു. അങ്ങനെ ഞാനിതൊക്കെ അറിയണേ. എനിക്കൊരു കോള് വന്നു, വളരെ മാന്യമായിട്ടാ പോലീസുകാരൻ എന്നോട് സംസാരിച്ചേ. ആരടാ നീ? ഞാൻ പറഞ്ഞു ജിനുവച്ചൻ. ഏത് കിനുവച്ചൻ? ഞാൻ പറഞ്ഞു ഈ പ്രസംഗിക്കാനും മോട്ടിവേഷനൊക്കെ കൊടുക്കണ ജിനുവച്ചൻ. അച്ഛനൊന്നും ഈ രാത്രി പെൺകുട്ടിയായിട്ട് സല്ലാപം. ഞാൻ പറഞ്ഞു എന്റെ പൊന്നു സാറേ, ചാവണോന്ന് പറഞ്ഞ് വിളിച്ചതാ, എനിക്ക് അറിയാൻ പാടില്ല അതിന്. എന്നോട് എല്ലാ കാര്യങ്ങളും ചോദിച്ചു കഴിഞ്ഞപ്പോ ഞാൻ പറഞ്ഞു, സാറ് പറഞ്ഞു അച്ഛൻ ഇവിടെ വരെ വരണം. ഞാൻ സാറേ എന്തിനു സാറേ? അച്ഛൻ ഇവിടെ വരെ വരണം, കൊച്ചിന്റെ കണ്ടീഷൻ വളരെ മോശമാ, അച്ഛൻ ഇവിടെ വരെ വരണം. ഞാൻ പറഞ്ഞു എന്റെ പൊന്നു സാറേ എനിക്ക് അറിയാൻ പാടില്ല, സാറ് വേണമെങ്കിൽ എങ്ങനെയെങ്കിലൊക്കെ അന്വേഷിച്ചോ, എനിക്ക് അറിയാൻ പാടില്ല. നിങ്ങൾ ചിരിക്കണം, ഞാൻ അന്ന് സങ്കടപ്പെട്ട് തലവേദനിച്ചെടുത്ത് നടക്കായിരുന്നു. അറിയാത്തൊരു കേസല്ലടവേ. നമ്മൾ തൂങ്ങണത് നിങ്ങൾ ചിന്തിക്കണം.
ഈ സാറിന്റെ അടുത്ത് ഞാൻ കുറെ പ്രാവശ്യം പറയുമ്പോൾ സാറ് പറഞ്ഞു അന്നാച്ചാ ഞങ്ങൾ വോയിസ് റെക്കോർഡൊക്കെ ഒന്ന് പരിശോധിച്ച് നോക്കാം. വോയിസ് റെക്കോർഡ് പരിശോധിക്കുന്നു പറഞ്ഞപ്പോൾ എനിക്ക് ആശ്വാസമായി. കാരണം എന്താ, ഒരു ഡയലോഗേ ഞാൻ പറഞ്ഞിട്ടുള്ളൂ, പോട്ടടി മോള ദൈവം ഉണ്ടടി നീ വിഷമിക്കണടി, ദൈവം നിനക്ക് വേണ്ടത് തരുമെന്ന്. അത് പറഞ്ഞു കേട്ടപ്പോ എനിക്ക് ആശ്വാസമായി. എന്റെ സ്നേഹം തന്നെ അവർ ഈ പോലീസുകാരെ ഫോൺ വെച്ചു. കുറച്ച് 2 മണിക്കൂറിന് ശേഷം ഈ പോലീസുകാരെന്നെ തിരിച്ചു വിളിച്ചിട്ട് പറഞ്ഞ ഡയലോഗ് എന്നറിയോ? ആദ്യമേ തന്നെ ഈ പുള്ളി എന്നോട് പറഞ്ഞ സോറി അച്ഛാ, ഞങ്ങളും അച്ഛന്റെ ടോക്ക് കേൾക്കുന്ന ആൾക്കാരാ, പക്ഷെ ഞങ്ങൾ പെട്ടെന്ന് ആ കണ്ടീഷനിലായതുകൊണ്ട് ഞങ്ങളുടെ ഫോൺ എടുത്ത് വിളിച്ചപ്പോ ആരാണ് എന്താണെന്ന് ചിന്തിക്കാൻ പോയിട്ടില്ല, അതുകൊണ്ട് വിളിച്ചതാ. പക്ഷെ കുറെ നേരം ഈ പുള്ളി എന്നോട് സംസാരിച്ചു. സംസാരം കഴിഞ്ഞിട്ട് ഏറ്റവും അവസാനം ഈ പോലീസുകാരൻ എന്നോട് പറഞ്ഞ് നിർത്തിയെന്നിട്ടെന്നറിയോ? അച്ഛാ ഒരു കാര്യം അച്ഛനോട് പറഞ്ഞോട്ടെ. ഞാൻ പറഞ്ഞു പറയും. അവസാനം പറഞ്ഞെന്നറിയോ? അച്ഛൻ സൂക്ഷിക്കണോട്ടാ. ശരിയല്ലേ? ഈ ബോധലാത്തങ്ങളൊക്കെ വിളിച്ചിട്ട് ഞാൻ അവസാനം തൂങ്ങൂലേ? കുറച്ചു നാളും ഇൻസ്റ്റഗ്രാം പേജിൽ ഒരു പെങ്കൊച്ചനോട് പറയാ അച്ഛനോട് മിണ്ടണം കണ്ടിന്യൂസ് ആയിട്ട് ഒരാഴ്ച. ഞാൻ വിചാരിച്ച കർത്താവ് ഇതുകൊണ്ട് മിണ്ടിയേക്കാം, എന്തെങ്കിലും ആവശ്യമുള്ള കാര്യമായിരിക്കും. മിണ്ടി കഴിഞ്ഞപ്പോഴേ മനസ്സിലായ ദൈവം ഇതിന് ബോധമില്ല, മാനസികമായിട്ട് ഇച്ചിരി പ്രശ്നമുണ്ട്. ഞാൻ പറഞ്ഞു എന്റെ പൊന്നു കൊച്ചു തൊട്ടടുത്ത ഏതെങ്കിലും എവിടെയെങ്കിലും പോയി കൗൺസിലിംഗ് കൂടെ, ഏതെങ്കിലും നല്ലൊരു അച്ഛൻ്റെ അടുത്ത് പോയി സംസാരിക്കേ, എല്ലാ കാര്യങ്ങളും ശരിയാവും. പിറ്റേ ദിവസം അവൾ ഫോൺ വെച്ചു. പിറ്റേ ദിവസം എനിക്ക് മെസ്സേജ് അയച്ചേക്ക അച്ഛനോട് മിണ്ടണം. UK എന്നാണ് നിങ്ങൾ ഓർക്കണം, UK അവളെനിക്ക് മെസ്സേജ് അയച്ചേക്ക അച്ഛനോട് മിണ്ടണം. കണ്ടിന്യൂസ് ആയിട്ട് ഒരാഴ്ച മെസ്സേജ് വന്നപ്പോൾ ഞാൻ എടുക്കാൻ പോയില്ല, കാരണം എനിക്ക് അറിയാലോ ഈ കൊച്ചിന്റെ അവസ്ഥ. പിറ്റേ ദിവസം അവൾ എനിക്ക് ഇൻസ്റ്റാഗ്രാമിൽ മെസ്സേജ് അയച്ചു, അച്ഛന് ഞാൻ ഫോൺ എടുത്തില്ലെങ്കിൽ അച്ഛന്റെ പേര് എഴുതി വെച്ച് ഞാൻ തൂങ്ങിച്ചാവുന്നു. എന്തൊട്ട് മനുഷ്യരാണ് ഞാൻ ചിന്തിക്കണത്. കുറച്ചു നാൾ മുമ്പ് ഒരു ചെറുക്കൻ പറയാ അച്ഛാ എനിക്ക് അവസാനമായിട്ട് അച്ഛനോട് എനിക്ക് സംസാരിക്കണം എന്ന് പറഞ്ഞ കേട്ടപ്പോ തന്നെ അപ്പൊ തന്നെ ആ നമ്പർ ഞാൻ ബ്ലോക്ക് ചെയ്തു. ഇപ്പൊ എനിക്ക് പേടിയാ മിണ്ടാൻ. കാരണം എന്താ, ഇന്നത്തെ യുവതലമുറ അങ്ങനെയായി തുടങ്ങി. സ്വന്തം ജീവിതത്തിലെ വിശ്വാസമില്ല, സ്വന്തം കഴിവില് വിശ്വാസമില്ല, സ്വന്തം ജീവിതത്തെ റെസ്പെക്ട് ചെയ്യാൻ സ്നേഹിക്കാൻ പഠിച്ചിട്ടില്ല. പഠിക്കും മക്കളെ, അതാണ് നിന്റെ ജീവിതത്തിലെ ഏറ്റവും വലിയ കൈമുതല്. നിന്റെ ശരീരവും നിന്റെ മനസ്സും നിന്റെ ജീവിതവും നിന്റേതാ, അത് ദൈവം തന്നതാ. അതിനെ നശിപ്പിക്കാൻ നിനക്ക് അധികാരമില്ല, കൊണ്ടടക്ക്. അതുപോലെ തന്നെ ലഹരി ഉപയോഗം അല്ലേ, എന്തോരം ലഹരി ഉപയോഗങ്ങളെന്ന്. നിങ്ങൾ എന്തെങ്കിലുമൊക്കെ യൂസ് ചെയ്യോ? ആരടത് നീങ്ങ വന്നേടാ, ഇങ്ങോട്ട് വാ, ലിനുവിന്റെ പിന്നിലിരിക്കണവൻ വാ, നീ വാ, ഇവിടെ നിൽക്കും. നല്ല സുന്ദരനാട്ടോ നീ, നല്ല ഭംഗിയുണ്ട് കാണാൻ. ഇതൊക്കെ എങ്ങനെ വന്നൂടത്? ഓക്കെ, എന്തെങ്കിലും ലഹരികളൊക്കെ അറിയോ? ഒരു ലഹരിയും നിനക്കറിയാൻ പാടില്ല. വലിച്ച പുകയൊക്കെ ഞാനൊന്ന് തൊട്ട് മുത്താന്ന് വെച്ചാ പുകയൊക്കെ പോണ അതിന്റെ പേരറിയാത്ത ഈ ദരിദ്രവാസിനെ ഒന്ന് തൊട്ട് കുത്തിയാലല്ലേ നമുക്ക് അണങ്ങാൻ പറ്റുള്ളൂ. ഒരു ലഹരി നിനക്കറിയാൻ പാടില്ല. ഏതൊക്കെ ലഹരി? പത്രത്തിൽ കാണുന്ന പറഞ്ഞാ മതി. MDMA. ഒന്നറിയാത്തവൻ. അടുത്തത് ഹാഷിഷ്. പിന്നെ നമ്മുടെ ഈ ഫ്ലേവർ ഏതടാ? വിസ്കി. അങ്ങനെ ലഹരി ഉണ്ടാ? ജോഷു അങ്ങനെ ഉണ്ടാ? ബ്രാൻഡോ അങ്ങനെയൊക്കെ ഉണ്ടോടാ? അല്ല നിനക്ക് അറിയാവുന്നത് പറഞ്ഞാ മതി. വേറെ ഹാപ്പി ഫിസ്. അത് ലഹരിയാണോ? ഹാപ്പി ഫീസ് കുടിക്കണ വെള്ളല്ലേ? ആ കുടിക്കുന്ന വെള്ളം ലഹരിയായിട്ട് നീ കാണണേ? ദൈവമേ, ഹാപ്പി ഫീസ് പോലും ലഹരിയായിട്ട് കാണുന്ന ഇവനെ ഞാൻ പിന്നെ എന്ത് ചെയ്യണം? MDMA ലെവലിൽ നിൽക്കണമെന്ന് പറഞ്ഞാൽ മതി. നല്ല കാര്യം. സിറിഞ്ചോ? നീ ഇവിടെ നിക്കട്ടോ. എടാ ഇങ്ങ് വന്നേടാ. നല്ല സുന്ദരനാട്ടോ നീ. എന്നിട്ട് ഓർഗണൊക്കെ പ്ലേ ചെയ്യുന്നുണ്ട് കേട്ടോ. വാട്ട്സ് യുവർ നെയിം?
ആൽബിനെ ആൽബിന്റെ ചെയ്യണേ എത്രയിലാ പഠിക്കുന്നേ? ഏ? പഠിക്കാണോ? ഞാൻ പഠിച്ചു പഠിച്ച കഴിഞ്ഞോ? ഏത് പഠിക്കായിരുന്നു? എഞ്ചിനീയറിംഗ് അഡ്മിഷൻ എടുക്കും. ഓക്കെ, എഞ്ചിനീയറിംഗ് അഡ്മിഷൻ എടുത്ത ആൽബിനോട് എനിക്ക് ചോദിക്കാനുള്ളത് ഒരു 2-3 ലഹരി പറഞ്ഞേ. മദ്യം, ഏ? കഞ്ചാവ്, ആ. സിഗരറ്റ്, ഈ ലഹരി എന്ന് ഉദ്ദേശിക്കുന്നത് മറ്റേ പാട് ഈ ഹാൻസ് പോലത്തെ MDMA പോലത്തെ 2-3 സാധനങ്ങൾ പറഞ്ഞേ. MDMA, ഹാൻസ്, ഏ. ശംഭു, ശംഭു. ഓക്കെ. കൂള് കൂള് കൂള്. ഞാനിപ്പോ ഒരു സിമ്പിൾ കാര്യം ചോദിക്കാം, ഇത് ഉപയോഗിക്കുന്നത് കണ്ടിട്ടുണ്ടോടാ? ഉപയോഗിക്കുന്നത് കണ്ടിട്ടുണ്ടോ? ഉപയോഗിക്കുന്നത് കണ്ടിട്ടുണ്ടോ? കൂള് വെക്കുന്ന കണ്ടിട്ടുണ്ട്. കൂള് വെക്കുന്ന കൂള് വെക്കണ കണ്ടിട്ടുണ്ട്. ഓക്കെ, ഈ കൂള് എന്ന് പറയുന്നത് ഈ വെള്ളത്തുണിയിലുള്ള ഒരു സാധനല്ലേ? ഞാനിവിടെ എന്റെ ജീവിതത്തിൽ ഞാനിങ്ങനെ ഈ ഒരിക്കലെ ലഹരി പദാർത്ഥത്തിന്റെ ക്ലാസ്സിനെ കുറിച്ച് പോയിരുന്നേ, ഒരു ക്ലാസ് എടുക്കാൻ പോയിരുന്നു. എന്റെ പൊന്നോ, ഞാൻ യൂട്യൂബൊക്കെ നോക്കി ഗൂഗിളൊക്കെ ചെയ്ത് ഇഷ്ടം പോലെ ലഹരികൾ കണ്ടെത്തി. ഞാനിട്ട് പ്രസംഗിക്കാൻ നേരത്ത് ഞാനിതൊക്കെ പറഞ്ഞ പവർ പോയിന്റ് പ്രസന്റേഷൻ ഒക്കെ ചെയ്യുന്ന സമയത്ത് ഒരു പെൺകൊച്ച് 9ാം ക്ലാസ്സിൽ പഠിക്കുന്ന ഒരു പെൺകൊച്ച് എന്റെ മുമ്പിൽ എഴുന്നേറ്റുന്നു. എന്നോട് അവള് പറയാ, അച്ഛാ ഒരു കാര്യം അച്ഛൻ വിട്ടുപോയി. ഞാൻ ചോദിച്ചാ ഏത് കാര്യടി? അവള് പറയാ, അച്ഛാ കൂള്. ഞാൻ ചോദിച്ചാ എന്തുട്ട് കൂള്? അച്ഛാ ഈ വെള്ള തുണിയിലൊക്കെ പൊതിഞ്ഞൊരു സാധനം കിട്ടും അച്ഛാ. ഞാൻ ചോദിച്ചത് എവിടെ നിന്ന് കിട്ടും? സ്കൂളിൽ കിട്ടും. ഞാൻ ചോദിച്ചു നീ വെച്ചിട്ടുണ്ടോ? അവള് ഓപ്പൺ ആയിട്ട് പറയാ, അത്രയും വലിയ കമ്മ്യൂണിറ്റിയുടെ മുമ്പില് ഉവ്വ. ഞാൻ 9ാം ക്ലാസ്സിൽ പഠിക്കണ നദാനിയ എന്ന് പറഞ്ഞ പെൺകുട്ടി, ഞാൻ ഇന്നും അവളെ മറക്കില്ല. എന്റെ ജീവിതത്തിൽ ആദ്യമായിട്ട് ഞാൻ അങ്ങനെ 9ാം ക്ലാസ്സിൽ പഠിക്കുന്ന പെൺകുട്ടി കൂള് വെക്കണു. എന്നിട്ട് അവള് പറയാ, വെള്ളത്തുണി, ഞാൻ ഈ സാധനം ഒന്നും കണ്ടിട്ടില്ല, വെള്ളത്തുണിയിൽ പൊതിഞ്ഞ് ഈ ചുണ്ടിന്റെ അടിയിൽ അത് വെക്കണേന്ന്. അല്ലടാ? അല്ല ഞാൻ നീ കണ്ടിട്ടുണ്ടല്ലോ. അങ്ങനെ വെക്കണേ. ഇത് ഏതാ സ്ഥലം? ഓടനാവട്ടോ? ഇവിടുത്തെ പിള്ളേരൊന്നും ലഹരി അച്ഛൻ ഇല്ലല്ലേ? തൊടില്ല. മാന്യരാന്ന് ഒരു മാന്യം നിക്കണില്ലേ? ഇതൊന്നും തൊടില്ല, കണ്ടിട്ടില്ല. എന്റെ കർത്താവേ, നീ മാത്രമാണ് ഇതൊക്കെ അറിയാവുന്നവനെ കേട്ടോ. ഞാൻ എന്തിനെന്ന് പറഞ്ഞല്ലോ, നിങ്ങൾ കണ്ടിട്ടുണ്ടെങ്കിലും കണ്ടിട്ടില്ലെങ്കിലും അച്ഛൻ പറയാ, എന്റെ മക്കളെ, നിങ്ങളുടെ ഈ പ്രായത്തില് നിങ്ങൾ നശിപ്പിക്കരുത് പ്ലീസ്. എത്ര കുട്ടികളെന്നറിയോ ലഹരിക്ക് അടിമപ്പെട്ടിട്ട് കൊണ്ടുവരണേ. ഞങ്ങളുടെ അടുത്തൊരു സ്ഥലമുണ്ട്, ഞാൻ പറയില്ല. ആ സ്ഥലത്ത് ഈ ലഹരി അഡിക്ഷൻ കൂടി പോയിട്ട് കൊണ്ടുവരുന്ന കുട്ടികളുണ്ട്. കഴിഞ്ഞ ദിവസം ഒരു കുട്ടീനെ കൊണ്ടുവന്നു. എന്തുട്ടവൻ കാണിക്കണമെന്നറിയോ? അവനിങ്ങനെ ഇവന്റെ ഡ്രസ്സുകളൊക്കെ ഈ അടിവസ്ത്രം മാത്രം ഇവന് കൊടുത്തിട്ടുള്ളൂ. ഇവനെ ഈ ലഹരി MDMA യൂസ് ചെയ്തിട്ട് ഇവനിപ്പോ ഈ ലഹരി ഇല്ലാതെ ജീവിക്കാൻ പറ്റില്ല. ഇവൻ ഈ ലഹരി കിട്ടാനായിട്ട് വീട്ടിലെ എല്ലാ സാധനങ്ങളും എടുത്ത് കൊണ്ടുപോവാ വിൽക്കാൻ. എന്നിട്ട് അവസാനം നിങ്ങൾ ചിന്തിക്കണം, ഇവൻ ചെയ്തൊരു കാര്യം, സ്വന്തം അമ്മയുടെ വീഡിയോ എടുത്തു, കുളിക്കണ വീഡിയോ. ഈ വീഡിയോ എടുത്തിട്ട് ഇവൻ സ്വന്തം കൂട്ടുകാരന്മാർക്ക് കൊടുത്തിട്ട് കാശ് വാങ്ങിക്കുക. നിങ്ങൾ ചിന്തിക്കണം, ഈ ലഹരി എന്ന് പറയുന്ന സാധനം സ്വന്തം അമ്മേനെ പോലും തിരിച്ചറിയാൻ പറ്റാത്ത വിധത്തില് നമ്മളെ നശിപ്പിച്ചോണ്ടിരിക്കുക. എന്നിട്ട് ഇവൻ വീഡിയോ എടുത്തിട്ട് ആ വീഡിയോ കൂട്ടുകാരന്മാർക്ക് കൊടുത്ത് കാശ് വാങ്ങിച്ചു. സ്വന്തം അമ്മയുടെ വീഡിയോ, അമ്മ കുളിക്കണ വീഡിയോ. നിങ്ങൾ ചിന്തിച്ചു നോക്ക്. അത് ആ വീഡിയോ എടുത്തിട്ട് ഇവൻ കൂട്ടുകാരന്മാർക്ക് കൊടുത്തു. പല കൂട്ടുകാരിലൂടെ ഇവന്റെ അമ്മ ഇതറിഞ്ഞു. അമ്മ എന്തിനാന്ന് ചോദിച്ചു കഴിഞ്ഞപ്പോ അമ്മയുടെ കഴുത്തിനേറി പിടിച്ചു. ചോദിക്കാൻ വന്ന അപ്പനെ കഴുത്തിനേറി പിടിച്ചു, അപ്പനെ ഇടിച്ചു. അവസാനം ഇവര് ഈ മകനെ പിടിച്ചു. ഒറ്റ മോന, വലിയൊരു കുടുംബം ഒന്നും ഞാൻ പറയത്തി ആഗ്രഹിക്കുന്നില്ല. ഈ അമ്മോനും പിടിച്ചോണ്ട് ഈ ഡി അഡിക്ഷൻ സെന്ററിൽ വന്നേക്കാ. ഇവനിപ്പോ കിടത്തിയിരിക്കണെന്നറിയോ? എന്നോടൊന്ന് സംസാരിക്കണമെന്ന് പറഞ്ഞു കഴിഞ്ഞപ്പോ ഞാൻ ഈ കൊച്ചിന്റെ ഫോട്ടോ കാണിച്ചെന്നു. ഇവൻ എന്തുട്ടാ ഇപ്പൊ ചെയ്യണമെന്നറിയോ? ഈ ചേച്ചിയും ചേട്ടനും പറയാ, എന്റെ അച്ഛാ ആകെ അടിവസ്ത്രം മാത്രമേ കൊടുത്തിട്ടുള്ളൂ, ഇവന് കിട്ടാതിരുന്നിട്ട്. ഇവനിപ്പോ ഈ ചുമരുമ്പോ ഇവന്റെ കൈ കൊണ്ട് ഇങ്ങനെ മാന്തും, ചോര വരും. ഈ ചോര ഇങ്ങനെ നക്കും. ഞാൻ എന്തിനത് പറയണെന്ന് അറിയോ മക്കളെ? എന്തിനാ നിന്റെ ജീവിതം അറിഞ്ഞുകൊണ്ട് നീ നശിപ്പിക്കണേ? എന്തിനാ ഈ ലഹരിക്ക് നിന്നെ തന്നെ നീ കൊടുക്കണേ? ഇടവേ, ഇതൊന്നും ഉപയോഗിക്കാണ്ട് ജീവിക്കാൻ പാടില്ലേ? ജീവിക്കാൻ പാടില്ലേ? പറ്റും പറ്റോ? ഇല്ല ജീവിക്കാൻ പറ്റും.
ഉപയോഗിക്കാണ്ട് ജീവിക്കാൻ പറ്റുന്നോ? ഉപയോഗിച്ചേ ജീവിക്കാൻ പറ്റുന്നോ? ഉപയോഗിക്കാണ്ട് ജീവിക്കാൻ പറ്റും. പറ്റും. നീ ഉപയോഗിക്കോ? തൊടില്ല. ഒന്നും ഇപ്പൊ തൊട്ടിട്ടില്ല. മുമ്പിഞ്ഞ് വരുമ്പോ തൊടോ? ഇല്ല, തൊടത്തില്ല. നിനക്ക് എന്തിനാന്ന്? താണിയില്ല. ത്രാണിയില്ലെന്നോ? അത്യാവശ്യം ത്രാണി നിനക്കുണ്ട് കേട്ടോ. ത്രാണിയൊക്കെ ഇവനുണ്ട്. പക്ഷെ തൊടോ? നീയോ? ഇല്ല. ദൈവമേ, എല്ലാ പിള്ളേരും ഇങ്ങനെയൊക്കെ പറഞ്ഞെങ്കിൽ ഈ ലോകം എന്നേ നന്നായേനെ. ഞാൻ എന്തിനാ പറയുന്നത്? പെൺകുട്ടികളുടെ ഇടയിലും ഉപയോഗം കൂടുതലാട്ടോ. ഏറ്റവും കൂടുതൽ ലഹരി പദാർത്ഥങ്ങൾ ഇന്ന് ആരും അറിയാതെ ബീറടിക്കുന്ന എന്തോരം പെൺകുട്ടികളുണ്ടെന്നറിയോ? ബീർ നിങ്ങൾ ചെയ്യില്ലായിരിക്കും. ഓ എന്റെ ഏതാ സ്ഥലം? സാറേ ഓർഡർ. ഓടണം. എന്റെ കർത്താവെ, ഇത്രയും വിശുദ്ധരായ പിള്ളേരുടെ അടുത്താണല്ലോ കർത്താവെ നീ എന്നെ വിട്ടത് ഇതുപോലെ പ്രസംഗിക്കാൻ. എന്തെങ്കിലും ആവട്ടെ, ഞാൻ ഒരു കാര്യം പറഞ്ഞിട്ട് നിർത്താം. ഞാൻ ഇത്ര പറയുന്നുള്ളൂ. മക്കളെ, നിങ്ങളെ നശിപ്പിക്കുന്ന ഒരു ബന്ധമായിരിക്കാം, ലഹരി പദാർത്ഥങ്ങളായിരിക്കാം, മദ്യമായിരിക്കാം, മയക്കുമരുന്നായിരിക്കാം, പുകവലിയായിരിക്കാം. ഇതിൽ പെട്ടുപോകാൻ എളുപ്പാ, പക്ഷെ തിരിച്ചു കയറി വരാൻ ഭയങ്കര ബുദ്ധിമുട്ടാണ്. അത് ഏത് ബന്ധമാണെങ്കിലും. ഞാൻ കാര്യമായിട്ട് പറയണേ, കഴിഞ്ഞ ദിവസം ഒരു പെൺകൊച്ചിനെ കൊണ്ടുവന്ന ഒരു അപ്പനമ്മയും, ഡിഗ്രിക്ക് പഠിക്കുന്ന പെൺകുട്ടിയാ, അവൾ ഗർഭവതിയാ. ഡിഗ്രിക്ക് പഠിക്കുന്ന പെൺകുട്ടി ഗർഭവതിയാ. ഈ അപ്പനമ്മേനോട് ചോദിക്കുന്ന ഒരു ചോദ്യം, നീ എന്തിനാ ചിരിക്കണേ? ഈ അപ്പനമ്മേനോട് ചോദിച്ചൊരു ചോദ്യമുണ്ട്, അച്ഛാ ഞങ്ങൾ ഇവളെ കൊല്ലണോ ഇവളെ കൊച്ചിനെ കൊല്ലണോ? ഡിഗ്രിക്ക് പഠിക്കുന്ന പെൺകുട്ടി ഗർഭവതിയായി എന്ത് ചെയ്യും? നിങ്ങൾ ചിന്തിക്കണം. നിങ്ങളെ നശിപ്പിക്കുന്ന ഒരു ബന്ധമാണെങ്കിലും, ലഹരിയാണെങ്കിലും, മദ്യമാണെങ്കിലും, മയക്കുമരുന്നാണെങ്കിലും, പുകവലിയാണെങ്കിലും മക്കളെ നിന്നു കൊടുക്കരുത്. ഇത് നിന്റെ ജീവിത. നീ നശിപ്പിക്കരുത് അവനെ. നീ നിന്നെ സ്നേഹിക്ക്. ഇടവേ കൂട്ടുകാര് കൂടി ഇന്നത് കാണിച്ചു, ഇന്നത് പറഞ്ഞു എന്ന് കരുതി നീ അത് കുടിക്കാൻ തുടങ്ങിയ നിന്റെ ജീവിതം നശിക്കാൻ പോണെന്ന് നീ ഓർക്കണം. ചിലപ്പോ നിന്റെ അപ്പം കഴിക്കുന്നുണ്ടാകാം, അമ്മ കഴിക്കുന്നുണ്ടാകാം, ആയിക്കോട്ടെ, അത് അവരുടെ ലൈഫ്. ഇത് നിന്റെ ലൈഫ്. നിന്റെ ജീവിതത്തിൽ നീ ചിന്തിക്ക്. ഇതുണ്ടല്ലോ, നിങ്ങൾ വിചാരിക്കും അച്ഛൻ ഞങ്ങൾ ഇച്ചിരിയൊക്കെ അല്ലേ കഴിക്കണുള്ളൂ, ഇച്ചിരിയൊക്കെ അല്ലേ സ്വീകരിക്കുന്നുള്ളൂ, ഇച്ചിരി മതി. നിങ്ങൾ ചിന്തിച്ചോക്കെ, മുഴുകുടിയനായ ഒരുത്തൻ ആദ്യം തന്നെ ഒരു ഫുൾ ബോട്ടില് ഇതാണോ കഴിക്കണേ? ആണോ? അല്ല. അവൻ പതുക്കെ കള്ള് കഴിച്ചു, ബീർ കഴിച്ചു, പിന്നെന്നിട്ട് ബ്രാൻഡി കഴിച്ചു, വിസ്കി കഴിച്ചു, പിന്നെ കൂടിയത് കഴിക്കാൻ തുടങ്ങി. ഓ, കൂടിയ ഐറ്റങ്ങളൊക്കെ പറയണേ. എനിക്ക് അത്രയൊന്നും വെളിവില്ല കേട്ടോ. ഇവിടെ ഇത് ഏതാ സ്ഥലം എന്ന് പറഞ്ഞു? ഓടനാവട്ടത്ത് പിള്ളേർ എനിക്ക് അറിയില്ല, നീ വിശ്വസിച്ചോണ്ടിരിക്കണേ. ഞാൻ കാര്യമായിട്ട് പറഞ്ഞതാ. അതുകൊണ്ട് അച്ഛൻ ആദ്യമേ തന്നെ നിങ്ങൾ പറയാ, നിങ്ങളെ നശിപ്പിക്കുന്ന ഒരു ബന്ധമായിരിക്കാം. നോ പറയാൻ പഠിക്കണം. നോ പറയാൻ പഠിക്കണം. കഴിഞ്ഞ ദിവസം ഒരു പെങ്കൊച്ചു വന്നേക്കാ, പെങ്കൊച്ചിനെ കുട്ടി കൊണ്ട് അമ്മ വന്നേക്കാ, അച്ഛാ ഇവളുടെ എല്ലാ വീഡിയോ അവന്റെ അടുത്തുണ്ട്. എന്തുട്ട് വീഡിയോയാ അറിയാലല്ലേ? എടി ഒരു ഫോട്ടോ തരാ. എടി കുറച്ചും കൂടി കൊടുക്ക കേട്ടാ, കൊടുക്ക, ചോദിക്ക്. എടി ഒരെണ്ണോടി. ഇവര് വിശുദ്ധരാ, പോട്ടെ പോട്ടെ കേട്ടാ. ഞാൻ എന്തിനാ പറഞ്ഞതറിയോ? എന്റെ മക്കളെ, നിങ്ങൾക്കറിയാലോ, നിങ്ങളെ സ്നേഹിക്കുന്നവരെ നിങ്ങളുടെ അങ്ങനത്തെ ഒരു ഫോട്ടോ ആവശ്യപ്പെടോ? മനുഷ്യന്മാര് കാമത്തിന് വേണ്ടി സ്നേഹിക്കും, ആവശ്യത്തിന് വേണ്ടി സ്നേഹിക്കും, പണത്തിന് വേണ്ടി സ്നേഹിക്കും, നിങ്ങൾക്ക് വേണ്ടി സ്നേഹിക്കും. ഏറ്റവും നല്ല സ്നേഹം നിങ്ങളെ നിങ്ങൾക്ക് വേണ്ടി സ്നേഹിക്കുന്നവരെ ഏറ്റവും ബെസ്റ്റ്. കാമത്തിന്റെ പിന്നാലെ, പണത്തിന്റെ പിന്നാലെ, ആവശ്യത്തിന്റെ പിന്നാലെ പോവരുത്. ബോധത്തോടെ ചിന്തിക്കുക. ഈ പ്രായത്തില് എടവേ പെട്ടുപോയ കയറി വരാൻ പറ്റില്ല. 15 വർഷമായിട്ട് ഒരു സ്നേഹബന്ധത്തിൽ പെട്ടുപോയിട്ട് ഇപ്പൊ അതിനെ ഓർത്ത് നരകിക്കുന്ന ഒരു പെങ്കൊച്ചിനെ എനിക്കറിയാം. 15 വർഷമായി മയക്കുമരുന്ന് യൂസ് ചെയ്ത് അഡിക്ഷനായിട്ട് കൺട്രോള് സ്വയം നിൽക്കാൻ പറ്റാതെ കരഞ്ഞ് എന്റെ കാല് പിടിക്കുന്ന ഒരു ചെറുക്കനെ എനിക്കറിയാം. എന്നും കരയും വിളിച്ചിട്ട്, അച്ഛ കൺട്രോൾ ചെയ്യാൻ പറ്റണില്ല, അച്ഛ എനിക്ക് നിർത്താൻ പറ്റണില്ല അച്ഛ, ഞാൻ എന്താ ചെയ്യണ്ടേ? നിങ്ങൾ ചിന്തിക്കണം, ഇതിന്റെ ലെവല് ഹൈ. നിങ്ങൾ ചിന്തിക്കും എല്ലാവരും അങ്ങനെ എത്തിപ്പെടുന്നുണ്ടോ? എത്തിപ്പെടുന്നവർക്ക് തിരിച്ചു വരാൻ പറ്റണില്ല. ഈ 15 വർഷമായിട്ട് സ്നേഹിച്ച പെൺകുട്ടി പറയാ, അച്ഛാ എനിക്ക് പറ്റണില്ല അച്ഛാ അവനിൽ നിന്ന് പോരാൻ. അവൻ അത്ര കുടീന, തെറ്റായ ബന്ധമുണ്ട് അവന്. ഞാൻ എന്തിനാ അച്ഛ പിന്നെ അവന്റെ കൂടെ ജീവിക്കണേ? എന്റെ വിവാഹ ജീവിതം അത്ര ശോഭനമല്ലെന്ന് എനിക്കറിയാം. അവന് തെറ്റായ ബന്ധമുണ്ട്, എനിക്ക് ഉറപ്പാ. അവൻ എന്നും കുടിക്കും,
കുടിച്ചിട്ട് വന്ന് എന്റെ ബഹളം ഉണ്ടാക്കും. ഞാൻ അച്ഛ കല്യാണം ഉറപ്പിച്ച് എനിക്ക് അവന്റെ കൂടെ ജീവിക്കുന്ന ഉറപ്പില്ല, പക്ഷെ എനിക്ക് അവനെ മറക്കാൻ പറ്റണില്ല. നിങ്ങൾക്ക് നല്ലതല്ലേ നോ പറയണം. അത് ബന്ധമാണെങ്കിലും ലഹരിയാണെങ്കിലും എന്താണെങ്കിലും നിങ്ങൾക്ക് ബോധമുണ്ട്. ചിന്തിക്ക്. നോ പറയാനുള്ള ഒരു കഴിവും കൂടി ദൈവം തന്നിട്ടുണ്ട്. എസ് പറയാൻ മാത്രമല്ല. ഒരു ചക്കൻ പറഞ്ഞു ഐ ലവ് യു, നിങ്ങൾ അപ്പൊ തന്നെ പറയൂ ഓ ഐ ലവ് യു ടു. നിനക്ക് ലൈനുണ്ടോടാ? നിനക്കുണ്ടോടാ? ദൈവമേ, ഈ പൈതലിനെ നീ അങ്ങനെയാണെങ്കിലേ ഒരു അച്ഛനാകാൻ പൊക്കോ. സഭയുടെ ഒക്കെ ഒരു അവസ്ഥയെ കുഴപ്പമില്ലേ? ഏ? കുഴപ്പമില്ല. കുഴപ്പമില്ല. എന്റെ കർത്താവ് ഫെബിൻ, നാളെ ഫാദർ ഫെബിൻ ആയിക്കോട്ടെ. എന്താ ഫെബിനല്ലെന്ന് പറഞ്ഞ പിന്നെന്താ? റോജി. ഫെബിൻ ഇവിടെയാണല്ലോ അല്ലേ? വേറെ റോജി റോജിൻ, ഫാദർ റോജിൻ. ഓ ഡൊമിനിക്. ഫാദർ റോജിൻ ഡൊമിനിക്. എന്തെങ്കിലും ആവട്ടെ, ഇതാവും കേട്ടോ. ഇവൻ ഇങ്ങനെ പോയാ 5-6 കുട്ടികളിൽ അപ്പനാവും. നോക്കിക്കോ, ഞാൻ കാര്യമായിട്ട് പറഞ്ഞാ ഇവൻ ഉറപ്പിച്ച് നിക്കണേ അല്ലടാ. ഓക്കെ, ഞാൻ എന്താ പറഞ്ഞതറിയോ? എന്റെ മക്കളെ, ഇത് നിന്റെ ജീവിത, നീ കൊണ്ടുനടക്കണം. അതിനെ ഭയങ്കരമായിട്ട് സ്നേഹിക്കണം, മനസ്സിലാക്കണം. നശിപ്പിക്കുന്ന ഒരു വഴിക്കും, അത് മദ്യമാണെങ്കിലും ലഹരിയാണെങ്കിലും എന്താണെങ്കിലും പോകരുത്. നിനക്ക് ബുദ്ധിയുണ്ട്, ചിന്തിക്ക്. അത് നല്ലതല്ല, ചീത്തയാ. കൂട്ടുകാർ എത്ര നിർബന്ധിച്ചാലും നോ, നെവർ, ഞാൻ ചെയ്യില്ല എന്ന് പറയാൻ പഠിക്കണം. അവിടെയാണ് നിന്റെ ജീവിതത്തിന്റെ അന്തസ് എന്ന് പറയുന്നത്. ഒന്നാമത്തെ കാര്യം. രണ്ടാമത്തെ കാര്യം, പൊക്കടാ, താങ്ക് യു. രണ്ടാമത്തെ കാര്യം പെട്ടെന്ന് പറഞ്ഞ അച്ഛൻ നിർത്തിക്കോളാം. നിങ്ങൾക്ക് ബോറടിക്കണ്ടോ? അറിയോ? ഓക്കെ, ആൺകുട്ടികളുടെ ബോറടിക്കണ്ടോ? ഞാൻ തരാം. രണ്ടാമത്തെ കാര്യം, നിങ്ങളുടെ മാതാപിതാക്കളെ, ഇപ്പൊ അവര് കുറച്ചുപേര് ഇവിടെ ഇരിക്കണമെന്ന് എനിക്ക് തോന്നണോ? ഇല്ലെങ്കിൽ ഞാൻ പറയാം. നിങ്ങളുടെ മാതാപിതാക്കള്, നിങ്ങൾക്ക് തോന്നിയിട്ടുണ്ടാവും ഇത്രയും വലിയ ബോധമില്ലാത്ത ഐറ്റങ്ങളാണ് നിങ്ങളായിരിക്കുന്നു. ചിലപ്പോ അപ്പം വഴക്ക് പറയുമ്പോൾ നമുക്ക് അക്സെപ്റ്റ് ചെയ്യാൻ പറ്റില്ല. അമ്മ വഴക്ക് പറയുമ്പോൾ നമ്മൾ വിചാരിക്കും അമ്മയ്ക്ക് എന്തറിയാം, അപ്പന് എന്തറിയാം, അമ്മയ്ക്ക് എന്തറിയാം. നിങ്ങൾ ചിന്തിച്ചോളാം, അവരുടെ കഷ്ടപ്പാടാ നിങ്ങളിപ്പോ അനുഭവിക്കുന്ന ഇട്ടടക്കണ ഡ്രസ്സ് പോലും. എടാ നിങ്ങളെന്നേ എഴുത്തുകാരാ, ഈ ഡ്രസ്സ് ആരാ വാങ്ങിച്ചെന്നേ? അമ്മച്ചി. ഇതിൽ എന്തെങ്കിലും നീ വാങ്ങിച്ചിട്ടുണ്ടോ? എല്ലാവരും വാങ്ങിച്ചെന്നേ. തീർന്നില്ലേ? നിങ്ങളിൽ എത്ര പേര് സ്വന്തം കാലിൽ നിൽക്കുന്നവരുണ്ട്? എടവേ, സ്വന്തം കാലിൽ നിന്നിട്ട് മതി. എനിക്കറിയാം കുറച്ച് പേരെങ്കിലും നിൽക്കുന്നവരുണ്ട്, ഇല്ലാന്നല്ല. പ്രായമായി വരുന്നവരൊക്കെ ഉണ്ട്, പ്രായമായി CC അടഞ്ഞ് തീരാറായ പലരും ഇരിക്കുന്നുണ്ട്. എങ്കിലാവട്ടെ, ഞാൻ പറഞ്ഞു അറിയോ, എടവേ നിങ്ങളുടെ കാലിലൊക്കെ നിന്നോ. പക്ഷെ നിങ്ങൾ ചിന്തിച്ചോളൂ, ഒരു 10-22 വയസ്സ് വരെ നിങ്ങളെ നോക്കണതാ നിങ്ങളാ. കൂലിപ്പണി എടുത്തിട്ടായിരിക്കും ചിലപ്പോ നോക്കുക. ചിലപ്പോ ഒന്നും ഉണ്ടാവില്ല, അവർക്ക് സ്വത്തുണ്ടാവില്ല, സമ്പത്തുണ്ടാവില്ല, ഒന്നും ഉണ്ടാവില്ല. പക്ഷെ 3 നേരം അന്നം തന്ന് ഊട്ടി ഉറക്കി നിങ്ങളെ വളർത്തി വലുതാക്കിയിട്ടുണ്ട്. അതിനുള്ള നന്ദിയെങ്കിലും അത് നിങ്ങളോട് കാണിക്കണം. ഇന്ന് ചില മാതാപിതാക്കളെ ഇഷ്ടമല്ല മക്കൾക്ക്. ഞാൻ എന്തിനാ പറഞ്ഞതറിയോ? നിന്റെ അപ്പനെ അമ്മേനെ വേദനിപ്പിച്ചിട്ട് നീ എന്ത് ചെയ്താലും കാര്യമില്ല. കാരണം കാണപ്പെട്ട ദൈവങ്ങളെ അതുങ്ങളെ സ്നേഹിക്ക്, മനസ്സിലാക്ക്. എനിക്ക് എന്റെ അപ്പനോട് ഭയങ്കര ദേഷ്യമായിരുന്നു, സത്യം. ഞാൻ നിങ്ങളോട് സത്യം പറയാം. 10ാം ക്ലാസ് വരെ, അല്ലെങ്കിൽ ഒരു 10-20 വയസ്സ് വരെ എനിക്ക് എന്റെ അപ്പനെ ഭയങ്കര ദേഷ്യമായിരുന്നു. എന്റെ അപ്പൻ താനി വെട്ടുപോത്ത്. നിങ്ങൾ ചോദിക്കണ്ടാവും, എന്റെ പോലത്തെ ഒരു അപ്പനെ വേറെ ആർക്കും കിട്ടിയിട്ടുണ്ടാവില്ല. താനി വെട്ടുപോത്തെന്ന് വെച്ചിട്ട് എന്തെങ്കിലും ചോദിച്ചാ പറയും, എന്താടാ പപ്പ എന്തേ? അപ്പ അങ്ങോട്ട് പോണ്ട. എന്തിനെ? വാ നിക്ക്, എന്തിനാ? പോടാ. ഒരാശ്വാസവാക്ക് പോലും വീട്ടിൽ ചെന്ന് ചോദിക്കും. ഇപ്പോഴും അങ്ങനെ തന്നെ എന്റെ അപ്പൻ. എന്ത് ചെയ്യുന്ന? ഇത് എന്റെ വീടല്ലപ്പാ, പോണില്ലേ? ഇതാണ് അപ്പൻ. സംസാരിക്കാൻ അറിയാൻ പാടില്ല. പക്ഷെ ഒരു കാര്യം ഞാൻ നിങ്ങളുടെ മുമ്പിൽ വെച്ച് പറയാം, എനിക്ക് ഈ ലോകത്തെ ഏറ്റവും ഇഷ്ടം എൻ്റെ അപ്പനെയാണ്. ഏറ്റവും ഇഷ്ടം എനിക്ക് എൻ്റെ അപ്പനെയാണ്. സ്നേഹിക്കാൻ അറിയാൻ പാടില്ല, എനിക്ക് ഏറ്റവും ഇഷ്ടം എൻ്റെ അപ്പനെയാണ്. കാരണം എന്നറിയോ? പുള്ളിക്ക് അറിയാൻ എന്നെ. പുള്ളി ഇങ്ങനെ കാണിക്കുള്ളൂ. ഇപ്പൊ വീട്ടിൽ ചെന്നാ എൻ്റെ അമ്മ തിരിച്ചാ ഭയങ്കര സ്നേഹ, കെട്ടിപ്പിടിക്കണ സ്നേഹ. വീട്ടിൽ ചെന്ന അമ്മയാണെങ്കിൽ ഇങ്ങനെ കെട്ടിപ്പിടിച്ച് വർത്താനൊക്കെ പറഞ്ഞു, എൻ്റെ പൊന്നു മോൻ ക്ഷീണമായിട്ട് വരിക, കറുത്ത കരക്കെട്ടിയായി എന്നൊക്കെ പറഞ്ഞ് നിനക്ക് പേടിയുണ്ടോ? കുഴപ്പമില്ല, ഓക്കെ. അപ്പോ ഭയങ്കര സ്നേഹ എൻ്റെ അമ്മ.
പക്ഷെ അപ്പൻ തിരിച്ചാ. അപ്പൻ ജന്മത്തെ മിണ്ടില്ല. മിണ്ടുന്നത് തന്നെ ഇങ്ങനെയാ. കഴിഞ്ഞ ദിവസം ഞാൻ പറഞ്ഞു, എന്റെ അപ്പ എനിക്ക് തിരുവനന്തപുരത്ത് ധ്യാനമുണ്ട്, ധ്യാനിപ്പിക്കാൻ പോവാ, 4-5 ദിവസം കഴിഞ്ഞിട്ടേ വരുള്ളൂ. അപ്പൊ ഈ തന്ത എന്നോട് ചോദിക്കുക അതിനിപ്പോ ഞാൻ തൊട്ടേണ്ടെന്ന്. ഇതാണ് പുള്ളി. ഇപ്പോഴും അങ്ങനെ തന്നെയാ. പക്ഷെ ഞാൻ പറയാലോ, എനിക്ക് എന്റെ അമ്മേനേക്കാളും ഇഷ്ടം എന്റെ അപ്പനെയാ. അമ്മ തിരിച്ചാ, ഭയങ്കര സ്നേഹ. മോനെ എവിടെയാ, എന്താ ചെയ്യണം, വർത്താനം പറഞ്ഞ തീരാത്തൊരു സാധനം എന്റെ അമ്മ. എത്ര നേരം വേണമെങ്കിലും ഫോൺ വിളിക്കും, എന്തോരം നേരം വേണമെങ്കിലും സംസാരിക്കും. ഫോണൊക്കെ വിളിച്ച് നിർത്തണ പരിപാടിയില്ല. ഞാൻ തന്നെ കേട്ടുകൊണ്ടിരിക്കണ, ഈ കുറ്റം പറഞ്ഞുകൊണ്ടിരിക്കണ, സകലമാന പേരുടെയും കുറ്റം പറയും. ഞാനാണെങ്കിൽ കഴിഞ്ഞ ദിവസം പറയാം, മോനെ ഒടുക്കത്തെ മഴ ഇവിടെ. ഞാൻ പറഞ്ഞ അമ്മ ഇവിടെ ഭയങ്കര വെയില. അടുത്തത് അമ്മ പറയാ കിച്ചു പ്രസവിച്ചു എന്ന്, വീട്ടിലെ പൂച്ചയാ. ഞാൻ പറഞ്ഞു എന്റെ പൊന്നമ്മേ, ഞാനല്ല ഉത്തരവാദി. അമ്മ ഇതെല്ലാം എന്നോട് പറയേണ്ട ആവശ്യമില്ല. എന്റെ അമ്മയുടെ സ്വഭാവം ഇങ്ങനെയാ. പക്ഷെ അമ്മയ്ക്ക് സ്നേഹിക്കാൻ അറിയാം, അപ്പനെ സ്നേഹിക്കാൻ അറിയാൻ പാടില്ല. പക്ഷെ എനിക്ക് ഏറ്റവും ഇഷ്ടം അപ്പനെയാ. ഞാൻ ഒരു സിമ്പിൾ ക്വസ്റ്റ്യൻ നിങ്ങളോട് ചോദിച്ചോട്ടെ. എടാ നീ വന്നേ, നീ പൊക്കോടാ, ഇവിടെ വാ. നീ അപ്പനെ ഇഷ്ടമാണോ? ഇഷ്ടമാണോ? അപ്പൻ കരയണ കണ്ടിട്ടുണ്ടോ? ഇല്ല. അമ്മ കരയണ കണ്ടിട്ടുണ്ടോ? മോള് വന്നേ, വേമ്പാ, നമുക്ക് സമയമില്ല. ഇതെപ്പ നിർത്തണം? നിർത്തണ്ടെന്നാ, എനിക്ക് തിരിച്ചു പോകണം. എനിക്ക് 4-5 മണിക്കൂർ യാത്രയുണ്ട് തിരിച്ച്. ഓക്കെ. മോളെ, അപ്പനെ ഇഷ്ടമാണോ? ഭയങ്കര ഇഷ്ടമാ. ഓക്കെ. അപ്പൻ കരയണ കണ്ടിട്ടുണ്ടോ? കണ്ടിട്ടുണ്ടോ? എന്തുട്ടപ്പനത്? അമ്മ കരയണ കണ്ടിട്ടുണ്ടോ? കണ്ടിട്ടുണ്ട്. മോള് വന്നേ, മോള് പൊക്കോ. അപ്പൻ കരയണ കണ്ടിട്ടുണ്ടോ? ഇല്ല. അമ്മ കരയണത്? രണ്ടുപേരും ഒരേപോലെ തന്നെ നമ്മുടെ കുടുംബത്തിന്റെ പാർട്ടാ. പക്ഷെ അപ്പൻ കരയണത് നമ്മൾ ആരും കണ്ടിട്ടില്ല, പലരും കണ്ടിട്ടില്ല, ഞാനും കണ്ടിട്ടില്ല. എന്റെ അപ്പൻ കരയില്ല. നിങ്ങൾ ചിന്തിച്ചു നോക്കി, നമ്മുടെ അപ്പന്മാർക്ക് കരച്ചില്ലാഞ്ഞിട്ടാ, വിഷമങ്ങളില്ലാഞ്ഞിട്ടാ, ബുദ്ധിമുട്ടുകളില്ലാഞ്ഞിട്ടാ, പക്ഷെ കരയില്ല. ഏറ്റവും കൂടുതൽ ഹാർട്ട് അറ്റാക്ക് ആണുങ്ങൾക്കാണോ പെണ്ണുങ്ങൾക്കാണോ? എന്നെ ആണുങ്ങൾക്കാ. ഒറ്റ റീസണുള്ളൂ, കരയാത്തോണ്ടാ. അവർക്ക് വിഷമങ്ങളൊക്കെ ഉണ്ട്, പക്ഷെ അവരാരും അറിയിക്കില്ല. അതാണ് നമ്മുടെ അപ്പന്മാരുടെ ക്വാളിറ്റി. ഞാനൊക്കെ ഓർക്കാം, എന്റെ മോള് പോയിരുന്നോ, എന്റെ മോൻ പോയിരുന്നു, ഞാനൊക്കെ ഓർക്കാറുണ്ട് എന്റെ അപ്പൻ എത്ര വിഷമമുണ്ടെങ്കിലും കരയില്ല. ഞാൻ ഓർക്കാറുണ്ട് എന്റെ അപ്പൂപ്പൻ മരിച്ചു കിടക്കുന്ന അപ്പന്റെ അപ്പൻ മരിച്ചു കിടക്കുമ്പോൾ നാട്ടുകാരും വീട്ടുകാരും എല്ലാവരും കരയാ. എന്റെ തന്ത മാത്രം ഇതിങ്ങനെ നിൽക്ക. അപ്പൊ ഞാൻ അടുത്ത് പോയിട്ട് ഇങ്ങനെ അപ്പനെ തൊട്ടിട്ട്, അപ്പാ ഇതടാ പോട്ടേപ്പാ, തൊട്ട് പോട്ടെ, കുഴപ്പമില്ല അപ്പ, തൊട്ട് കുഴപ്പമില്ല, വിഷമിക്കണ്ട അപ്പ, നീ പോയി ഓ പാപ്പാ, ഇവിടെ പോയി. പൂവിന്റെ അർത്ഥം നിങ്ങൾക്ക് അറിയാലല്ലേ, അത് തെറിയാ. ഇവിടെ പോയി, ഞാൻ പോയി. എന്റെ തന്ത അങ്ങനെയാ, കാണിക്കില്ല ഒന്നും, സ്നേഹമില്ല. സ്നേഹം കാണിക്കാൻ അറിയാൻ പാടില്ല. പക്ഷെ ഞാൻ ഇന്ന് ഓർക്കുന്നൊരു കാര്യം അറിയോ, ഞാനൊക്കെ ഇന്ന് എന്റെ അപ്പനെ സ്നേഹിക്കാൻ കാരണം പുള്ളി അതുപോലെ ഞങ്ങളെ സ്നേഹിച്ചിട്ടുണ്ട് ഉള്ളുകൊണ്ട്. അത് നിങ്ങൾ ചോദിക്കുക, അച്ഛൻ ഞങ്ങളെ ഒന്ന് മനസ്സിലാക്കും. നിങ്ങൾക്കൊരു പ്രായം എത്തുമ്പോൾ നിങ്ങളുടെ അപ്പന്റെ വില നിങ്ങൾക്ക് മനസ്സിലാക്കാൻ പറ്റും. ഞാൻ എപ്പോഴും ചിന്തിക്കാണെന്നറിയോ, എന്റെ റിയൽ മോട്ടിവേറ്റർ എന്റെ അപ്പനാ. എപ്പോഴും ഒരു വിഷമം വരുമ്പോൾ, ഒരു സങ്കടം വരുമ്പോഴും അപ്പനെ വിളിച്ചാൽ മതി. എന്താടാ നീ എന്തിനാ വിഷമിക്കണേ, കന പറ്റിയേ, പോടെ കണ്ണീരോടക്കി. ഞാൻ ഇന്നും ഓർക്കാറുണ്ട്, എന്റെ 10ാം ക്ലാസ്സിലെ ഒരു സംഭവ. 10ാം ക്ലാസ്സിൽ എനിക്ക് ഹിന്ദി പരീക്ഷ ഭയങ്കര ബുദ്ധിമുട്ടാ. ഹിന്ദി പരീക്ഷയ്ക്ക് മാർക്ക് വാങ്ങിച്ചോണ്ട് എന്റെ കൂട്ടുകാരി, തൊട്ടടുത്തുള്ള കൂട്ടുകാരി നേരത്തെ വന്നു. അപ്പൊ ഞാനാണെങ്കിൽ എത്ര നടന്നിട്ടും വീട്ടിൽ ചെല്ലാൻ പറ്റണില്ല, കാരണം മാർക്ക് കുറവാ. ഹിന്ദിക്ക് എനിക്ക് 19 മാർക്കുണ്ട്, അവൾക്ക് 32 മാർക്കുണ്ട്. എനിക്ക് 19 മാർക്ക് മേടിച്ചോണ്ട് ഞാൻ വീട്ടിലേക്കാണെങ്കിൽ നടന്നിട്ട് ചെല്ലണില്ല. ഞാൻ നോക്കിക്കുമ്പോ എന്റെ അമ്മ ഉമ്മറപ്പടിയില് ആദ്യമായിട്ട് എന്നെ ഇങ്ങനെ നോക്കിക്ക. കാരണം എന്താ, അപ്പുറത്തെ വീട്ടിലെ സാധനം പോയി പറഞ്ഞു കൊടുത്തു ഹിന്ദി
ശബ്ദം കേട്ട വഴി എന്റെ ചന്ദ്രിപ്പിങ്ങനെ കൂടാൻ പറ്റും. കാരണം എന്റെ അമ്മ എപ്പോഴും അടിക്കും, ചാറ്റൽമഴ പോലെയാണ്. അപ്പന്റെ അടി അഗ്നിപർവ്വതം പോലെ എല്ലപ്പോഴും പൊട്ടോളൂ, പൊട്ടിയതാ. പക്ഷെ അമ്മയുടെ അടി ചാറ്റൽമഴ പോലെയാണ്, എപ്പോഴും പൊട്ടും. അതൊന്നും വലിയ പ്രശ്നമില്ല, എത്ര കൊണ്ടാലും പ്രശ്നമില്ല. അത് ഞാൻ നോക്കിയപ്പോ അപ്പന്റെ സൈക്കിളിന്റെ ശബ്ദം കേട്ടു. ഞാനിങ്ങനെ വെയിറ്റ് ചെയ്യാം. അപ്പൻ സൈക്കിൾ വെച്ചു, വെച്ച നേരത്തെ എന്റെ അമ്മ ചെന്നേക്ക അപ്പന്റെ അടുത്തേക്ക് ചെന്ന വഴിക്ക് ചോദിക്കാം, നമ്മുടെ മോൻ വന്നിട്ടുണ്ട്, നീ മാറി. ആ മാറും, പരീക്ഷയ്ക്ക് മാറി. ആ എത്രയുണ്ട്? അവന് 19 ഉള്ളൂ, അവൾക്ക് 32. എന്റെ അമ്മ ചോദിക്കും, മനുഷ്യ ചോദിക്കും മനുഷ്യ ചോദിക്ക്. അപ്പൻ പണിസാധനത്ത് നീ മാറി പോട്ടെ പോവാ. ഈ സാധനം എന്റെ അമ്മ പിന്നാലെ നടക്കാം. ചോദിക്കണം മനുഷ്യ ചോദിക്കണം മനുഷ്യ പേപ്പർ കൊണ്ട് പണിസാധനം കൊണ്ട് അവിടെ വെച്ചു. ഞാനാണെങ്കിൽ അപ്പന്റെ അടിക്ക് ഭയങ്കര പേടിയാ. അപ്പൊ ഞാനിങ്ങനെ ഈ പേപ്പറെ പിടിച്ചിട്ട് ഇങ്ങനെ ഇട്ട് പോവുക. അപ്പനോട് അടുത്തേക്ക് വരാൻ തുടങ്ങി. അപ്പനടുത്ത് വന്നു. ഞാൻ പിടിച്ചിരിക്കുന്ന പേപ്പർ ഇങ്ങനെ പിടിച്ചു നോക്കിയപ്പോ എന്റെ 2 കണ്ണിനുള്ളിൽ അതിൽ വീണിട്ടുണ്ട്. പേപ്പർ ഇങ്ങനെ പിടിച്ചു, മാർക്ക് നോക്കി 19. പിടിച്ച വഴിക്ക് തിരിച്ചു വന്നിട്ട് അമ്മ ചോദിക്കി, അമ്മ ഇങ്ങനെ ചൂരിൽ കാണിച്ചോടെയാ ചോദിക്കും മനുഷ്യ ചോദിക്കാണ്ട്. അപ്പനപ്പ ഈ പേപ്പർ വാങ്ങിച്ച് തിരിച്ചു വന്നിട്ട് എന്താ ചെയ്യുന്നറിയോ? എന്റെ അപ്പന്റെ കൈ എടുത്തിട്ട് ഞാനിങ്ങനെ കയ്യിൽ എന്റെ തോളത്തിട്ട് ഒറ്റ തട്ടിയിട്ട് എന്റെ മുഖത്ത് നോക്കി ഇങ്ങനെ പറഞ്ഞേ, ജിനു കണ്ണീരൊടക്കി. ആണുങ്ങൾക്ക് അറിയാൻ പാടില്ല, കണ്ണീരൊടക്കി. ആണുങ്ങൾക്ക് അറിയാൻ പാടില്ല. എന്റെ അമ്മ ഇതൊക്കെ കേൾക്കാട്ടാ. ഇത് കേട്ടിട്ട് എന്റെ അമ്മ അപ്പനോട് ഇത്ര അപ്പ കിട്ടിയ കൊടുത്തരാം എന്റെ അമ്മയ്ക്ക്. ഞാൻ കാര്യങ്ങൾ അപ്പ കൊടുത്തരാം. പക്ഷെ എന്റെ അപ്പൻ അമ്മയോട് പറഞ്ഞ ഡയലോഗ് എന്നറിയോ? ഇടീ അവൻ പഠിച്ചോളൂ, നീ അവനെ പഠിക്കണ്ട. പുള്ളിക്ക് സ്നേഹം കാണിക്കാൻ അറിയില്ലെങ്കിലും ഉള്ളിൽ നിറയെ സ്നേഹമുള്ളതാ. ഞാൻ ഈ നിൽക്കുമ്പോൾ എനിക്ക് കുറെ ഓപ്പറേഷൻസ് ചെയ്തിട്ടുണ്ട്. നിങ്ങൾ കണ്ടിട്ടുണ്ടെന്ന് എനിക്കറിയാം. കുറെ ഓപ്പറേഷൻസ് ചെയ്തിട്ടുണ്ട്. തലയിൽ 16 സ്റ്റിച്ചിട്ടുണ്ട്, 2 കൈയുടെ സർജറി ചെയ്ത് ഒരു കാര്യം കാണിച്ചിട്ടുണ്ട്. ഇതുപോലെ തിരിച്ചു വരും. ഈ 2 കൈയുടെയും സർജറി ചെയ്തതാ. നിങ്ങൾ അങ്ങനെ പോകത്തില്ല കേട്ടോ. 2 കൈയുടെയും സർജറി ചെയ്തതാ. ഇനി പിന്നെ വയറ്റിട്ടുള്ള സർജറി ചെയ്തിട്ടുണ്ട്, 12 സ്റ്റിച്ച് ഉണ്ട്. ആരും വരണ്ട, കാണിച്ചതില്ല. അത് കഴിഞ്ഞ് വരുമ്പോൾ 2 മുട്ടിന്റെ സർജറി ചെയ്തിട്ടുണ്ട്, 2 കാലിന്റെ സർജറി ചെയ്തിട്ടുണ്ട്. ഇത്രയും സർജറി കഴിഞ്ഞിട്ടുണ്ട്. ഞാൻ ഓർക്കുന്നത് എന്റെ വലത്തക്കാല സർജറി കഴിഞ്ഞ് ആശുപത്രി കിടക്കുന്ന സമയത്ത് എനിക്കൊന്ന് ടോയ്ലറ്റിൽ പോകണം. ടോയ്ലറ്റിൽ പോകുമ്പോൾ എന്റെ കൂട്ടുകാരന്മാരൊക്കെ ചുറ്റിനുണ്ട്. എന്റെ അപ്പനോട് പറഞ്ഞു, അപ്പ ടോയ്ലറ്റിൽ പോകണം. ഇത് കേട്ട വഴി കൂട്ടുകാരന്മാരൊക്കെ പുറത്തേക്ക് പോയി. എന്റെ അപ്പൻ പറഞ്ഞു, അപ്പന് കിടക്കരുത്. ഈ പുള്ളിയോട് ചെയ്യണമെന്നറിയോ? എനിക്കിത് മാറി എടുത്തിട്ട് ടോയ്ലറ്റിൽ കൊണ്ട് ഇരുത്തിട്ട് എന്താ ചെയ്യണമെന്നറിയോ? അതൊന്നും എന്റെ ജീവിതത്തിൽ ഞാൻ മറക്കില്ല. യൂറോപ്പ് ഡോസിട്ടാ ഇരുത്തിയിട്ട് എന്റെ അപ്പൻ, നമ്മുടെ അപ്പന്മാരൊക്കെ നിങ്ങളൊക്കെ എന്ത് ചെയ്യും? അവിടെ ഇരുത്തിയിട്ട് വാതിലടിച്ച് പുറത്തേക്കും. എന്റെ അപ്പനെ ചെയ്തറിയോ? അവിടെ ഇരുത്തിയിട്ട് ഇങ്ങനെ തിരിഞ്ഞിട്ട് പറഞ്ഞിട്ട് ഡയലോഗ് എങ്ങനെയാ? ജിനുവനെ അപ്പനോട് ഇട്ടാ, അപ്പനോട് ഇട്ട്. ഞാൻ എപ്പോഴും പറയും, എന്റെ മലമൂത്ര വിസർജനത്തിന് പോലും കാവൽ നിന്നവൻ എന്റെ അപ്പൻ. ആ അപ്പനെ ഞാൻ മറക്കില്ല. പുള്ളി ചിലപ്പോൾ കർക്കശക്കാരനായിരിക്കാം, ദേഷ്യക്കാരനായിരിക്കാം, വാശിക്കാരനായിരിക്കാം, മിണ്ടാത്തവനായിരിക്കാം, വഴുത്തു പറയുന്നവനായിരിക്കാം. പക്ഷെ അതെന്റെ അപ്പനാ, എന്റെ തന്തയത്. എത്ര കുറവുണ്ട് എന്റെ തന്ത. ഞാൻ നിങ്ങളോട് പറയുന്നറിയോ? ദേഷ്യപ്പെട്ടോ നിന്റെ അപ്പനല്ലേ? സ്നേഹി അമ്മ ഭയങ്കര സ്നേഹമാണ് കേട്ടോ. ഞാൻ എപ്പോഴും പറയും, അമ്മമാരെ നമ്മളിങ്ങനെ പൊതിഞ്ഞു പിടിക്കുന്ന സ്നേഹമാണ്. എനിക്ക് എന്റെ അമ്മേനെ ഭയങ്കര ഇഷ്ടമാണ്. ഭയങ്കര ഇഷ്ടമാണ്. അച്ഛൻ ഇപ്പൊ എന്തൊക്കെ ഞങ്ങൾ അച്ഛന്മാർ ഫോട്ടോയ്ക്ക് പോസ് ചെയ്യാം. ഞാൻ യൂട്യൂബിൽ പറഞ്ഞിട്ടുണ്ട്. അച്ഛന്മാരിങ്ങനെ ഫോട്ടോയ്ക്ക് പോസ് ചെയ്യാം. പോസ് ചെയ്യുന്ന സമയത്ത് ഞങ്ങള് അച്ഛന്മാരുടെ മാതാപിതാക്കളും ഒക്കെ ആ മീറ്റിങ്ങിന് വന്നിട്ടുണ്ട്. ഞങ്ങൾ കല്യാണം കഴിക്കാത്ത അച്ഛന്മാരൊന്നും പറയലല്ലേ? ഞങ്ങൾ കല്യാണം കഴിക്കുന്നത് ഞാൻ അങ്ങോട്ട് പോട്ടെ, അച്ഛനോട് പോട്ടെ എന്ന് പറയുന്നത്. ഓക്കെ, അപ്പൊ പോട്ടെ. അപ്പോ ഞാൻ പറയുന്നതറിയോ? ഞങ്ങൾ കല്യാണം കഴിക്കാൻ അച്ഛന്മാർ, ഞങ്ങൾക്ക് ഇവിടെ അപ്പനമ്മയാണ് ഏറ്റവും പ്രധാനപ്പെട്ടത്. അപ്പോ അപ്പനമ്മയൊക്കെ ആ മീറ്റിങ്ങിന് വന്നിട്ടുണ്ട്. ഞങ്ങൾ എല്ലാവരും ഫോട്ടോയ്ക്ക് പോസ് ചെയ്യാം. തിരുമേനി വന്നിട്ടുണ്ട്. തിരുമേനി കൂടി നിന്നു. തിരുമേനി പറഞ്ഞു, അച്ഛന്മാരെ നമുക്ക് തന്നെ ഫോട്ടോ എടുത്താലോ? അച്ഛന്മാർക്ക് നമുക്ക് മാത്രമായിട്ട് ഫോട്ടോ എടുത്താലോ? ഞങ്ങൾ പറഞ്ഞു ഫോട്ടോ എടുക്കാം. അപ്പൊ എന്റെ കൂട്ടുകാരന്മാര് അവരുടെ അപ്പനമ്മയൊക്കെ വന്നിട്ടുണ്ടോ? എല്ലാവരും വന്നിക്കാം. തിരുമേനി പറഞ്ഞു, വാ അച്ഛന്മാര് മാത്രം വാ, നമുക്കൊരു ഫോട്ടോ എടുക്കാം. ഞങ്ങൾ അച്ഛന്മാരെ ഇങ്ങനെ ഫോട്ടോയ്ക്ക് നിൽക്കാം.
ഞങ്ങളുടെ മാതാപിതാക്കന്മാരൊക്കെ സൈഡിലേക്ക് മാറിയിട്ടുണ്ടാവും. ഞങ്ങൾ ഇതിന് ഫോട്ടോ എടുക്കുന്ന സമയത്ത് ഫോട്ടോയ്ക്ക് നിൽക്കുന്ന സമയത്ത് ഞാനാണെങ്കിൽ നല്ല പൊക്കൊണ്ട് സൈഡിൽ നിൽക്കാട്ടോ. എൻ്റെ അമ്മ ഇവിടെ നിൽപ്പുണ്ട്. കുറച്ച് നേരത്തേക്ക് അച്ഛൻ എൻ്റെ ഭാഗത്ത് കേട്ടോ, ഞാനാണ് അച്ഛൻ, എൻ്റെ അമ്മയുടെ സൈഡിൽ ഞാനിങ്ങനെ നോക്കും. ഞാനിങ്ങനെ ഫോട്ടോയ്ക്ക് നിൽക്കുന്ന സമയത്ത് എൻ്റെ അമ്മ ഇങ്ങനെ നോക്കിയിട്ടുണ്ടല്ലോ. നോക്കി നിൽക്കണ വഴി ഫോട്ടോ എടുക്കാൻ നേരത്ത് എൻ്റെ അമ്മ പോയിട്ട് നിന്ന് നിൽക്കുക. അച്ഛൻ എൻ്റെ അമ്മയുടെ സ്ഥലത്തുണ്ടാവും. ഞാൻ തെറിയൊക്കെ പറയാം, അച്ഛൻ സഹിച്ചോളാം, പാവച്ചൻ എന്നോട് ക്ഷമിച്ചേക്കണം അച്ഛൻ. ഞാൻ എൻ്റെ അമ്മയോട് ഞാനിങ്ങനെ തള്ളച്ചൻ പോകരുതേ, ഞാൻ എൻ്റെ അമ്മയോട് അമ്മേ പോവല്ലേ അവിടെ നിന്നോ ഞാൻ എത്ര പറഞ്ഞിട്ട് എൻ്റെ അമ്മ പോണില്ല. അവസാനം ഞാൻ അമ്മാന്നൊക്കെ മാറി തള്ളേതായി. ഞാൻ ഇത്ര തള്ളിയിട്ട് എൻ്റെ അമ്മ ഫോണിലാണ് നിൽക്കുക. അവസാനം എൻ്റെ എൻ്റെ കൂട്ടുകാരന്മാരെ അവിടെ പറഞ്ഞു, ചോദിച്ചാ നമ്മുടെ അച്ഛന്മാരെ മാത്രം ഫോട്ടോ ചെയ്തേ, അമ്മയോട് മാറിക്കാൻ പറ. ഞാൻ എൻ്റെ അമ്മേനെ ഇങ്ങനെ കൈക്ക് പിടിച്ചിട്ട് സൈഡിലേക്ക് കൊണ്ടുപോയി ദേഷ്യം കൂത്തിട്ടാണ് പറയണേ. ഞാൻ പിന്നെ വിളിക്കുന്നൊക്കെ തള്ളേന്നാ. തള്ളേ ബോധമുണ്ടോ? നാളെ കിടത്താൻ വേണ്ടി വന്നത് എന്തിനാണ് നാളെ കിടക്കുന്നത്? ഏതെങ്കിലും അമ്മമാരോട് വന്നിട്ടുണ്ട് അമ്മയ്ക്ക് മാത്രം ഇത്ര കുഴപ്പം, അമ്മയ്ക്ക് പ്രശ്നങ്ങൾ, ഞാൻ പേടിക്കുന്നുണ്ട്. മനുഷ്യൻ നാളെ കിടക്കുന്നത് എന്തെങ്കിലും തോന്നുന്നുണ്ട്. ഞാൻ ഇതൊക്കെ പറയണത് എൻ്റെ അമ്മ എന്നെ കേട്ടുന്നുണ്ട്. എൻ്റെ അമ്മേനോട് തിരിച്ചു പറഞ്ഞ ഡയലോഗ് എന്ന് പറയും, അതാണ് അമ്മ എന്ന് പറയാം. എൻ്റെ അമ്മ പാവ വിളിച്ച എൻ്റെ അമ്മ, ഞാൻ ഇന്നും പറയുമ്പോൾ ഒരു സങ്കടം വരും. ഞാൻ ഒരിക്കലും പറയരുതായിരുന്നില്ല, അത് ഇന്ന് എൻ്റെ മനസ്സിൽ വിഷമമാണ്. എൻ്റെ അമ്മ ഞാനിങ്ങനെ തള്ളിയതും കുറ്റപ്പെടുത്തിയതൊക്കെ കേട്ടിട്ട് ഞാൻ തള്ളേനെ വിളിച്ചത്, എൻ്റെ അമ്മേനെ വിളിച്ചത് മോനേന്നാണ്. ഞാനിങ്ങനെ തള്ളിയ കൈ എൻ്റെ അമ്മ പിടിച്ചിട്ട് എന്നെ വിളിച്ചു, മോനെ ജിനു, മോനെ ജിനു വിളിച്ചിട്ട് പറഞ്ഞതെന്ന് അറിയോ? എൻ്റെ ഈ ലോഹയുടെ സൈഡിൽ പാമ്പ് പൊക്ക. എൻ്റെ പാമ്പ് വിളിച്ചാൽ പൊക്കിയിട്ട് എൻ്റെ ഈ ലോഹയുടെ സൈഡിൽ പൊക്കിയിട്ട് പറയാം, മോനെ ജിനു, നിന്റെ ലോഹയുടെ സൈഡിൽ മുഴുവൻ ചെയ്തില്ല, അത് ചിലപ്പോൾ ഫോട്ടോ എടുത്ത കാണും, അത് കാണാതിരിക്കാൻ വേണ്ടി അമ്മ വന്നു നിന്നതാണ്. നിങ്ങൾ ചിന്തിച്ചു നോക്ക്, നമ്മുടെയൊക്കെ അമ്മ മരിച്ചു പോയാൽ നമുക്ക് പിന്നെ ആരാ? എത്ര വഴക്കുണ്ടാക്കിയാലും നേരത്തിന് ചെന്നിരിക്കുമ്പോൾ ഭക്ഷണം ഉണ്ടാക്കിയിട്ടില്ലേ? എത്ര വഴക്കൂടിയാലും എത്ര തെറി പറഞ്ഞാലും എത്ര വേദനിപ്പിച്ചാലും ചെന്നിരിക്കുമ്പോൾ കോട്ടയെന്ന് പറഞ്ഞ് നിന്റെ കൂട്ട് കൊടുക്കുന്നില്ലേ? നിങ്ങൾ ചിന്തിച്ചു നോക്കിയേ, ആ അമ്മ ഏറ്റവും കൂടുതൽ കഴിഞ്ഞിട്ടുള്ളത് നിങ്ങൾക്ക് വേണ്ടിയിട്ടാ, അവർക്ക് വേണ്ടിയിട്ടല്ല, അല്ലേ? പക്ഷെ വേഗയില്ല, സ്നേഹമില്ല. അതുകൊണ്ട് എനിക്ക് എന്താ പറയാമല്ലോ, അമ്മേനെ സ്നേഹിക്കണം, പൊന്നുപോലെ കൊണ്ടുനടക്കണം. എത്ര കുറവുണ്ടെങ്കിൽ ഞാനിപ്പോൾ എൻ്റെ അമ്മേനെ ഇങ്ങനെ കൊണ്ടുനടക്കണം. എൻ്റെ അമ്മയെ സ്നേഹിക്കും കേട്ടോ. താങ്ക് യു അച്ഛൻ. അച്ഛൻ നല്ല കഴിവുണ്ട്. അവസാനത്തെ പോയിട്ട് നിർത്താം, സമയം പോകണം, അത് നിർത്താം. അവസാനത്തെ പോയിട്ട് ഒറ്റ പോയിട്ടോളൂ. ഞാൻ ഏറ്റവും കൂടുതൽ നിങ്ങൾ പറയാൻ ആഗ്രഹിക്കുന്ന പോയിട്ട് നിങ്ങളുടെ ജീവിതത്തിൽ നിങ്ങൾ ഓർക്കണം, ചിലപ്പോൾ നിങ്ങളുടെ അപ്പൻ അമ്മയ്ക്ക് പോലും നിങ്ങൾ മനസ്സിലാക്കാൻ പറ്റില്ല, ചിലപ്പോൾ നിങ്ങൾക്ക് പോലും നിങ്ങളെ പിടികിട്ടില്ല. അങ്ങനത്തെ ഒരു സാഹചര്യത്തിൽ നിങ്ങൾ ഓർക്കണം, നിങ്ങളെ മനസ്സിലാക്കുന്ന ഒരു ദൈവം നിങ്ങളുടെ കൂടെയുണ്ട്. എന്നോട് പറഞ്ഞു ചോദിക്കും, ജിനോച്ചാ എങ്ങനെ ഇത്രയും സന്തോഷത്തോടെ ഇരിക്കണേ? ഞാൻ പറയാം, എൻ്റെ ദൈവം എൻ്റെ കൂടെ. എന്നെ ശരിക്കും അറിയാവുന്നവരാണ്, വേറെ ആർക്കറിയാൻ പറ്റില്ല. ചിലപ്പോൾ ഇഷ്ടംപോലെ പേര് ഫോളോ ചെയ്യുന്നത് ഒരു ദിവസം ടോക്കിന് വേണ്ടി അപേക്ഷിച്ച്. ഞാൻ എൻ്റെ ടോക്ക് ഒരു 30 സെക്കൻഡ് ടോക്ക് നിങ്ങൾ കണ്ടിട്ടുണ്ടോ എന്ന് എനിക്കറിയത്തില്ല. ഈ 30 സെക്കൻഡ് ടോക്ക് ഒരു 50,000 പേർക്കെങ്കിലും ദിവസം പോകുന്നുണ്ട്. ചിലപ്പോൾ ഒരു ഇൻസ്റ്റാഗ്രാം പേജിലൊക്കെ ചിലപ്പോൾ 2 മില്യൺ 3 മില്യൺ ആൾക്കാർ കാണുന്നുണ്ട്. പക്ഷെ ഞാൻ പറയാ, എന്നെ അറിയാവുന്നത് ഇന്നത്തെ പ്രായമല്ല. എനിക്ക് നിങ്ങളോട് പറയാനായിട്ടറിയോ, ഈ ലോകത്തിൽ ആരും സ്നേഹിച്ചിരിക്കരുത്, അവൻ നിങ്ങളെ സ്നേഹിക്കും. അതുകൊണ്ട് ഈശോയുടെ മക്കളാണ് നിങ്ങൾ ജീവിക്കുന്നത്. എപ്പോഴും ഒരു പ്രശ്നത്തിന് ഈശോയോട് പറയും, ഞാൻ അങ്ങനെയാ, ഒരു സങ്കടത്തിന് ഈശോയെ എനിക്കറിയാൻ പാടില്ല, കാത്തോളോട്ടാ. ഒരു ബുദ്ധിമുട്ട് വരും, അങ്ങനെയാണ് ഈശോയെ കാത്തോളോട്ടാ. ഈശോയെ പഠിക്കാൻ പോവാ, ഈശോയെ ക്ലാസ്സിൽ പോവാ, ഈശോയെ പിള്ളേരെ അറിയത്തില്ല. പല അച്ഛന്മാരും പറയുമ്പോഴേ നമുക്ക് യുവാക്കളോട് യുവതികളോട് സംസാരിക്കാൻ ഭയങ്കര ബുദ്ധിമുട്ടാണ്. പക്ഷെ എനിക്ക് തിരിച്ചാ, എനിക്ക് യുവാക്കളോട് യുവതികളോട് സംസാരിക്കാൻ ഭയങ്കര ഇഷ്ടമാണ്. എനിക്കവരെ പിടിച്ചെടുക്കാൻ പറ്റും, പെട്ടെന്ന് ക്യാൻവാസ് ചെയ്യാൻ പറ്റും, കൊണ്ടെടുക്കാൻ പറ്റും. എത്ര മക്കളെ മുഷ്ടിയാണെങ്കിൽ ഞാൻ പിടിച്ചോണ്ട് വരും. അതെന്റെ നേച്ചറാണ്, അതെനിക്ക് ദൈവം തന്നത്. ഞാൻ എപ്പോഴും പറയും, ഒരു ക്ലാസ് എടുക്കാൻ ദൈവത്തോട് ദൈവമേ കാത്തോളണം. ഈ അവസാനമായിട്ട് നിങ്ങൾ പറയേണ്ട കാര്യമാണ്, ഈശോനെ കൂട്ടുപിടിക്കാൻ ജീവിതത്തിൽ ഈ വിജയിച്ചിട്ട്
നശിപ്പിക്കുന്നത് ആരാ? നിന്നെ തന്നെ. അത് ഒരു ബന്ധമാണെങ്കിലും ലഹരിയാണെങ്കിലും മദ്യമാണെങ്കിലും മയക്കുമരുന്നാണെങ്കിലും പുകവലിയാണെങ്കിലും അതിനോട് നോ പറയാൻ നീ പഠിക്കണം. നിന്റെ ജീവിതമാണ് ഏറ്റവും വലുത്. നിന്നെ നശിപ്പിക്കുന്നതാണോ നോ പറഞ്ഞേക്കുക. രണ്ടാമത്തെ കാര്യം ഏതാ? നിന്റെ മാതാപിതാക്കളെ സ്നേഹിക്കണം ഏറ്റവും നന്നായിട്ട്. മൂന്നാമത്തെ കാര്യം നിന്റെ ദൈവത്തെ നീ സ്നേഹിക്കണം. ഈ 3 കാര്യങ്ങൾ നിങ്ങളുടെ ജീവിതത്തിൽ ഉണ്ടാകട്ടെ എന്ന് മാത്രം ആശംസിച്ചുകൊണ്ട് ഓരടിച്ചോ? അറിയോക്കെ എന്റെ ക്ലാസ് ഇഷ്ടമായോ? സൂപ്പറാണോ? എന്നെ തള്ളോളവേ തള്ളേ. നിനക്ക് ഇഷ്ടമായോ? എനിക്ക് എന്താ ഇഷ്ടമായോ? ഞാൻ സംസാരിക്കുന്നത് ഇഷ്ടമായി. എന്റെ ഫേവറേറ്റ് മോനെ എന്താ ഇഷ്ടമായി? പറഞ്ഞത് ഞാൻ പറഞ്ഞില്ല. ഒരു ഇഷ്ടപ്പെട്ട പോയിന്റ് പറഞ്ഞു. എല്ലാം ഇഷ്ടപ്പെട്ടോ? എന്നെ ഇഷ്ടമായോ? ഐ ലവ് യു. ഓക്കെ, ഐ ലവ് യു എന്ന് അർത്ഥം എന്താ? ഞാൻ നിന്നെ അത് പ്രണയിനിയോട് മാത്രം പറയുന്ന കാര്യമാണോ? അല്ല കേട്ടോ. ഞാൻ നിന്നെ സ്നേഹിക്കുന്നതിന് അർത്ഥം ഐ ലവ് യു. ഇത് ആണിനോടും പറയാം, എല്ലാവർക്കും പറയാം കേട്ടോ. ഇതത് കവിതാക്കൾ മാത്രം പറയുന്ന ഒരു ഡയലോഗായി മാറ്റപ്പെട്ടു. അതുകൊണ്ട് ഞാൻ പറയണേ ഐ ലവ് യു എന്ന് അർത്ഥം ഞാൻ നിന്നെ സ്നേഹിക്കുന്നു എന്നാ. അപ്പൊ ഈ 3 കാര്യങ്ങൾ നിങ്ങൾക്ക് ഉണ്ടായിരിക്കട്ടെ. ഓൾ ഓഫ് യു, ഐ ലവ് യു. ഓക്കെ, താങ്ക് യു. എന്റെ ക്ലാസ് ഇഷ്ടപ്പെട്ടെങ്കിൽ എന്റെ ദൈവത്തെ മഹത്വപ്പെടുത്തിയൊരു നല്ല ഐഡിയ തന്നെ. താങ്ക് യു. നിങ്ങൾക്ക് എന്റെ ടോക്കുകൾ കിട്ടും കേട്ടോ. ഇൻസ്റ്റാഗ്രാം പേജിലുണ്ട്. ഫാദർ ജിനു പള്ളിപ്പാട്ട് നടിച്ച കുറെ ഫേക്കുകൾ ഉണ്ട്. അതിനൊന്നും പോലും ഏറ്റവും കൂടുതൽ ഇപ്പൊ ഏകദേശം 2 ലക്ഷത്തി സംതിങ് ഫോളോവേഴ്സ് ഉണ്ട്. എത്രയാണെന്ന് ഞാൻ ഓർക്കുന്നില്ല, ഞാൻ അങ്ങനെ ചെക്ക് ചെയ്യാറില്ല. അങ്ങനെ എല്ലാ ദിവസവും കയറി വരും. ഓക്കെ, യൂട്യൂബിലും കിട്ടും. ഫാദർ ജിനു പള്ളിപ്പാട്ട് നടിച്ചത് എന്റെ മുഖം എല്ലാത്തിലും കിട്ടിങ്ങനെ. ആ മുഖമുള്ള ചുമന്ന് ഊറാലി ഇട്ടിട്ടുള്ള മുഖമുള്ള ഇതാണ്. ഫോളോവേഴ്സ് ഏറ്റവും കൂടുതൽ നോക്കിയാൽ മതി. എന്നാൽ കുറെ ഫേക്കുകൾ ഉണ്ട്. ഇതൊന്നും നിങ്ങൾ കയറി പോകരുത്. അതുകൊണ്ട് ഞാൻ പറഞ്ഞതാ. അങ്ങനെ ടോക്ക് കേൾക്കാൻ താല്പര്യമുള്ളവർക്ക് അത് കാണാം കേട്ടോ. നമുക്ക് ഉദ്ഘാടനം ചെയ്യാം അല്ലേ? നർമ്മം ചാലിച്ച നല്ല ചിന്തകൾ ഞങ്ങളുമായി പങ്കുവച്ച ബഹുമാനപ്പെട്ട അച്ഛനോടുള്ള നന്ദി സ്നേഹവും അറിയിക്കുന്നു. ഈ ആങ്കർ കൊള്ളാട്ടോ. ഇത്രയും വർഷം